നമസ്കാരം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് സാധാരണ നമ്മൾ നമ്മുടെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവരാറുള്ളത് ഡിഫറെൻ്റ് ഐഡിയോളജിക്കാരെയാണ്. പൊതുവെ ഐഡിയോളജിയോട് എനിക്കുള്ളൊരു താല്പര്യമാണ് അതിൻ്റെ കാരണം. ഇന്ന് വളരെ വ്യത്യസ്തമായി ഇപ്പം ഞാനൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നിന്നൊരാളാണ്. പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും കരിയർ കോച്ചുമായിട്ടുള്ള ഡോക്ടർ ഷാഹുൽ നൂറാനി. സ്വാഗതം. താങ്ക് യു. നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ സുഹൃത്തുക്കളാണ്. ഞാൻ നിങ്ങളെ എന്താ പറയുക ഇൻസ്റ്റഗ്രാം വീഡിയോസ് കാണാറുണ്ട്. വളരെ ലൈറ്റായിട്ടാണ് നിങ്ങൾ കാര്യം പറയാം. എപ്പോഴും ഒരു PhD കഴിഞ്ഞ ഒരു ഡോക്ടറാണെന്നോ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണെന്നോ ഒരു ഭാരമില്ല. നിങ്ങളെ സംസാരത്തിൻ്റെ ഒരു പൊതു സാധനം ഞാൻ കണ്ടത് ഒരു ഭാരമില്ലാതെ ലൈറ്റായിട്ട് കാര്യം പറയണു. ശരിക്കും ജൻസികൾക്ക് അതാണ് വേണ്ടത്. നമുക്ക് തുടങ്ങാൻ പറ്റുന്നൊരു സാഹചര്യം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ഇത്ര വലിയ ഈ ജേണിയിലേക്ക് അത് നമുക്കിങ്ങനെ കടന്നു പോകാം. എത്തുന്നത് ഒരു ദാവ കോളേജിൽ നിന്നാണല്ലോ. അപ്പം എനിക്കും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ അതിന് തുടങ്ങാം. ദാവ കോളേജിൽ എങ്ങനെയാണ് എത്തുന്നത്, അവിടുത്തെ ഒരു അനുഭവം അവിടുന്ന് തുടങ്ങാം. ഓക്കെ, നമ്മളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ദാവ കോളേജിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പം നേരത്തെ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ലൈറ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ശരിക്കും ദാവ കോളേജ് എന്ന് പറയുന്ന നേരം നമ്മൾ ഒരു രാത്രി 11:30 ഉറങ്ങാൻ പോകും. രാവിലെ ഒരു 4:45-5 മണിക്ക് എഴുന്നേക്കും. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ഉറങ്ങുന്ന സമയം അല്ലാത്ത സമയം മുഴുവനും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന ദാവ കോളേജ് എന്ന് പറയുന്നത്. അതിൽ കിട്ടുന്ന ഒരു ട്രെയിനിങ് നമ്മളതിൽ ട്രഡീഷണലി കേരളത്തിൽ ഓതിപ്പോരുന്ന കിതാബുകൾ കാര്യങ്ങൾ മുഴുവനായിട്ട് ഓതുന്നുണ്ട്. അതിനോടൊപ്പം ഇവിടുത്തെ +1 +2 പിന്നെ ഡിഗ്രി ഏതാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ വേറെ ഏതോ യൂണിവേഴ്സിറ്റിയാണ്, അതിൻ്റെ പഠനം നടത്തുന്നുണ്ട്. പ്ലസ് നമ്മൾ എക്സ്ട്രാ കരിക്കുലർ എന്ന് ഒരിക്കലും ദാവ കോളേജ് പറയാറില്ല. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല ഫീൽഡുകളിലും ഇപ്പം പ്രസംഗത്തിന് പരിശീലിക്കുന്നുണ്ട്, എഴുത്തുണ്ട്, എല്ലാവരും ലാംഗ്വേജിന് പരിശീലനം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദാവ കോളേജ് പഠിക്കുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്ന വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫീൽഡ് എക്സ്പീരിയൻസാണ്. ഫീൽഡ് എക്സ്പീരിയൻസ് എൻ്റെ കോളേജിലെ എക്സ്പീരിയൻസ് തന്നെ ഞങ്ങൾ ഏകദേശം ഫീൽഡ് തന്നെ ആയിട്ട് 4-5 സ്റ്റേറ്റുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടുതൽ സമയം നമ്മൾ എന്തൊക്കെയോ ചെയ്ത് ആണ് ഒരു 7 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്ത് വരുന്നേരോ പിന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എപ്പോഴും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കപ്പാസിറ്റി ഇതെന്ന് മനസ്സിലാവും. അതാണ് ഈ ദാവ കോളേജിൽ നിന്ന് വരുന്നവർ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി കേരളത്തിൽ മുസ്ലിം ലീഡർഷിപ്പിലേക്ക് ഇനി കാണാൻ പോകുന്നത് ഇപ്പോൾ ഓൾറെഡി ബ്യൂറോക്രസിയിലും അക്കാഡമിക്സിലും പൊളിറ്റിക്സിലേക്കും ടു ആൻ എക്സ്റ്റെൻറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വരുന്നത് ചിലപ്പം ദാവ കോളേജിൻ്റെ വലിയൊരു പാർട്ട് ആളുകളായിരിക്കും. അപ്പോൾ കമ്മിങ് ടു എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്നുള്ളതിൻ്റെ വലിയൊരു പാർട്ട് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും താഴ്ന്ന നിരയിലുള്ള ഒരാളെ നമ്മുടെ സംസാരം കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു സ്കിൽ. അതന്നെ ഈ ദാവ കോളേജിലെ ഉള്ള ആൾക്കാർക്ക് ദാവ കോളേജിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലല്ലോ. അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ആദ്യം ദാവ കോളേജിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്, അവിടെ ഇപ്പോൾ ഒരു ഇപ്പം നിങ്ങൾ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താ വെച്ചാൽ സാധാരണ ദാവ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്നവരിൽ നിന്ന് ദാവ കോളേജിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് അവർക്കുള്ള പരിമിതിയും സാധ്യതയും അതാണ്. അതിൽ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ദാവ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ബാക്കിയുള്ളവർ പ്രണയം, രാഷ്ട്രീയം, അതേപോലെ അങ്ങനത്തെ കുറച്ച് യൗവനത്തിൻ്റെയും കൗമാരത്തിൻ്റെയും പല വിഷയങ്ങളിലും നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരു ചൂളയിലാണ് എന്തെങ്കിലും ചെയ്യണം. കാരണം നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം എന്തെങ്കിലും ഒരു അടയാളങ്ങൾ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ്. ജനറൽ ക്യാമ്പസിൽ പഠിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. പല ഡൈവേർഷൻസിന് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 8 വർഷത്തെ ചൂളയിൽ വെച്ചിട്ടാണ് ദാവ കോളേജിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഒരു പൊതു സാധനങ്ങളൊന്ന് പറയും. കാരണം ഈ 8 വർഷത്തെ കോഴ്സിൽ എന്തെല്ലാം ഓതുന്നുണ്ട്, ഡിഗ്രി +2 പഠനം എങ്ങനെയാണ്, ഒന്ന് മനസ്സിലാക്കാം. സിമ്പിളായിട്ട് പറയണേ, ഇത് നമ്മൾ 2 നോളജ് ട്രഡീഷനെ അങ്ങനെ നമ്മളിങ്ങനെ കൂട്ടി വെക്കുന്നത് ദാവ കോളേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ മോഡേൺ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വലിയൊരു ലോകമാണ് അത്.
അതും നമ്മുടെ ഇസ്ലാമിക് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ, അത് കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വളർന്നു വന്ന ദർസ് സംവിധാനം, ഇത് രണ്ടും ഒരു കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ അകന്നുപോയ, രണ്ട് ഡൈവേർഷനിലേക്ക് ഇങ്ങനെ പോയ സാധനത്തിന് പിടിച്ചു കൂട്ടിക്കെട്ടുന്നൊരു സാധനമാണ് ദാവാ കോളേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് കേരളത്തിൽ ഇപ്പം പണ്ട് ട്രഡീഷണലി ഓതിപ്പോകുന്ന എല്ലാ കിതാബുകളും നമ്മൾ ഓതുന്നുണ്ട്. അതോടൊപ്പം മോഡേൺ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രത്യേകത, ഇപ്പം നിങ്ങൾ സാധാരണ ഒരു സ്കൂളിലോ കോളേജിലോ പോകുന്ന നേരം കിട്ടാത്ത നിലക്കുള്ള ഒരു എക്സ്ട്രാ ട്രെയിനിങ് ഇതിനകത്തേക്ക് വരുന്നുണ്ട്. റീഡിങ് വരുന്നുണ്ട്. ആളുകളൊക്കെ ഒറിജിനൽ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ കോളേജിലൊക്കെ ആണെങ്കിൽ അവരൊക്കെ വായിക്കുന്ന ബുക്കെന്ന് പറയുന്നത് അധികവും ഞങ്ങൾ പറയും കമൻട്രീസ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പഠന സഹായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്കുകളൊക്കെ ഉണ്ടാവില്ല, അതല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കും. പക്ഷേ ദാവാ കോളേജിൽ നിന്നുള്ള കുട്ടികൾ ഒറിജിനൽ ടെക്സ്റ്റുകളൊക്കെ ആ സമയത്ത് തന്നെ വായിച്ചു തുടങ്ങും. മാർക്സിനെ വായിച്ചു തുടങ്ങും, എംഗൽസിനെ വായിക്കും, പിന്നെ കാണ്ടിനെ, ഹെഗലിനെ, പിന്നെ ഈ ടീമിനൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്. അതിലേക്കൊക്കെ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. കാരണം നമുക്ക്, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, വേറെ എൻഗേജ്മെൻ്റ് ഒന്നുമില്ല. നമ്മുടെ ഈ എനർജി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ അധികം ആൾക്കാർ ഇത് സ്പെൻഡ് ചെയ്യാറുള്ളത് റീഡിങ്ങിലായിരിക്കും. പിന്നെ ഇങ്ങനത്തെ ഒരു ഇപ്പോൾ ഇൻ്റർനെറ്റും കൂടെ വന്നതോടെ എന്താണെന്ന് വെച്ചാൽ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയ ആൾക്കാരായിരിക്കും ദാവാ കോളേജ് പഠിക്കുന്നവർ. അപ്പോൾ അവരത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇതൊരു വലിയ നെറ്റ്വർക്കാണ്, ഭയങ്കര ഒരു ബോണ്ടാണ്. കാരണം നമുക്കൊക്കെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം, നമ്മളൊക്കെ ഫസ്റ്റ് ജനറേഷൻ എഡ്യൂക്കേറ്റേഴ്സാണ്. അപ്പോൾ ദാവാ കോളേജ് നമുക്ക് കിട്ടുന്ന ഒരു വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു സീനിയർ ഉണ്ടെങ്കിൽ ആ ആൾ നമ്മളൊരു ബ്രദർ പോലെ ആയിരിക്കും. ആ ബ്രദർ നമുക്കിപ്പോൾ, എനിക്ക് എൻ്റെ ബാപ്പയും എൻ്റെ ഏട്ടനും എഡ്യൂക്കേഷനിൽ ഗൈഡൻസ് തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ആ ബ്രദർ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അവർ ഫോളോ ചെയ്യും, അവരെനിക്ക് മെൻറ്റർഷിപ്പ് തരും. കാരണം ആ ഒരു ഭയങ്കര ബ്രദർലി ഫീലിംഗാണ്. നിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഒരു 7 കൊല്ലം നിങ്ങൾ വീട്ടിൽ താമസിക്കും പോലെ താമസിച്ച് വളരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവരുടെ ഗൈഡൻസ്, അതിലൂടെ ഇങ്ങനെ കയറിപ്പോകാൻ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണത്. അപ്പം അതിലെ സാധാരണ അതിനകത്ത് മീസാന് അവിടെ മുതൽ കിതാബുകളെല്ലാം ഇപ്പോൾ അന്നുണ്ടായിരുന്ന, ഞങ്ങളൊക്കെ പഠിക്കണ ഒരു സമയത്ത്, എൻ്റെ ഒരു കുറച്ച് മുന്നുള്ള ജനറേഷൻ ആയിരിക്കുമല്ലോ, അന്നുള്ളൊരു പ്രധാനപ്പെട്ട സാധനം ഷേക്സ്പിയറേയും ഗസാലിനെയും ഒരേ സ്ഥലത്ത് പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിമർശനം ഉണ്ടായി. അതിനൊക്കെ ഇപ്പോൾ ദേവാ കോളേജ് മറികടന്നു. അന്നത്തെ ദേവാ കോളേജ് അല്ല ഇവിടെ. എൻ്റെ ഒരു ഓർമ്മ ഞാൻ പറയാം. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ഉസ്താദ്, അന്ന് അത്രയും പ്രശ്നമാണ് ഈ പുത്തൻ പ്രസ്ഥാനക്കാരോട് സലാം പറയാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ചർച്ച നടക്കുന്ന സമയം. മാധ്യമം പത്രം, ഞങ്ങളെ ഓരോ ബാച്ചിന് പത്രം വരുന്ന സമയം, പത്രം വരുത്തിയതിന് ഉസ്താദ് സബുക്ക് നടത്തൂലായിരുന്നു. ഞങ്ങളെ ബാച്ചിന് സബുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും ഒരു വാക്ക് ഉസ്താദ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ക്യാമ്പസ് ലൈവിൽ, SIOൻ്റെ ക്യാമ്പസ് ലൈവിൽ എഴുതുന്ന SSFൻ്റെ ദാവാ കോളേജിലുള്ള കുട്ടികളുണ്ട്. AP ഭാഗത്ത് അതൊരു, ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ വലിയ മാറ്റം, ഒരു ഇൻക്ലൂഷൻ, പരസ്പരം എന്താ പറയുക, സംവാദമൊക്കെ സാധ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മളൊരു ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങൾ പഠിക്കുമ്പം ഉള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഓത്ത്, താമസമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ, ഈ ഓത്തിനകത്ത് രാവിലെ സുബൈക്കുള്ള സബുക്കുണ്ട്. എപ്പോഴും നിങ്ങൾ കഴിയുന്നവരെ ഞങ്ങളുടെ ദാവാ കോളേജ്, ഇപ്പം എൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസിൽ സുബൈക്ക് 4:45 എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ ഫിസിക്കൽ വർക്കൗട്ടിന് കുറേ ആളുകൾ പോകും. ഞങ്ങളൊക്കെ ആ സമയത്ത് 4 കിലോമീറ്ററോ 5 കിലോമീറ്ററൊക്കെ ഓടും. ഓക്കെ, എന്നിട്ട് ഓടി വന്നിട്ട് പിന്നെ അല്ലെങ്കിൽ വേറെ വർക്കൗട്ട് കാര്യങ്ങളുണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ 6:30-6:45 ഞങ്ങൾ ക്ലാസ് തുടങ്ങും. ക്ലാസ് 6:45 സബുക്ക് തുടങ്ങും. ഇതിൽ സബുക്ക് എന്ന് പറഞ്ഞാൽ രണ്ടും മിക്സ് ആണ്. ഇസ്ലാമിക്കും ഉണ്ടാവും, മറ്റേ കാര്യങ്ങളുണ്ടാവും, ഭാഷകളുണ്ടാവും. ഇപ്പൊ ഉറുദു നന്നായിട്ട് കൈകാര്യം കിട്ടുന്നതാണ്. അതുപോലെ അറബി, ഇതിലൊക്കെ ഉറുദു ഒക്കെ ഞങ്ങൾക്ക് നല്ല ഉറുദു അറിയാവുന്ന ആൾക്കാരാണ് ക്ലാസ് എടുക്കുന്നത്. അവിടെ നിന്നുള്ളവരുണ്ട്. അതുപോലെ തന്നെ അറബിയും അതുപോലെ തന്നെ. ചിലപ്പം ഇവിടെ നിന്ന് ഇപ്പം മിസറിലൊക്കെ പോയി പഠിച്ചവരുണ്ടാവും, അതല്ലെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകളും പഠിപ്പിക്കാനുണ്ടാവും. അങ്ങനെ നമുക്ക് ഇപ്പോൾ രാവിലെ 6:30 ക്ലാസ് തുടങ്ങിയാൽ വൈകുന്നേരം നമ്മളത് പരിപാടി കഴിയണമെന്നുണ്ടെങ്കിൽ പ്രയറും കൂടെ ഒക്കെ വൈകുന്നേരത്തെ അസർ നിസ്കാരം കൂടെ കഴിയുമ്പോഴേക്കും ഒരു 4:30-4:45 അതുവരെ പഠിക്കുക. ഫുൾ പാക്ഡ് ആണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരു ഒഴിവുണ്ടാവും.
പിന്നെ മഗ്‌രിബിന് ശേഷം ഞങ്ങളെ ഫസ്റ്റ് ദർസ് ഒന്നാം ഈ ദർസ് ഒന്നാം ദർസിൽ നിങ്ങളുള്ള സമയത്ത് അല്ലാഹ നഹ്മദുഹു എന്നുള്ള ഉണ്ട്. ഇത് ദർസിലെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. കാരണം ദർസ് ഒരിക്കലും ഇത് ദാവ കോളേജ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ശരിക്കും നോക്കുകയാണെങ്കിൽ ദർസ് ഇനി സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഈ ആലിമീങ്ങളുടെ മുമ്പിലേക്ക് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ജോയിൻ ചെയ്യുന്നത് 2006 ദാവ കോളേജ് തുടങ്ങുന്നത് 2000 മുൻപാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ ദർസിന് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വന്നല്ലോ. അപ്പോൾ ദർസിനെ സർവൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്നുകൂടെ മോഡേൺ എഡ്യൂക്കേഷനായിട്ട് കണക്റ്റ് ആക്കുക എന്നുള്ള സാധനമാണ് ദാവ കോളേജ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ എല്ലാം അതേ രീതിയിലുണ്ട്. ഉസ്താമാരെ ശൈലിയൊക്കെ അതേ രീതിയിൽ തന്നെ. ഈ ഒന്നാം ദർസും രണ്ടാം ദർസും ഒക്കെ ഉണ്ട്. രണ്ടാം ദർസൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഒന്നാം ദർസ് കഴിഞ്ഞ് ഈ ഒന്നാം ദർസിൽ പഴയ പോലെ പള്ളിയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഓതന വലിയ കൂട്ടായിട്ട് ഇരുന്നുള്ള ഉറക്കമുള്ള തന്നെ അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളെ മോഡേൺ കരിക്കുലം അനുസരിച്ച് അതിനെ ശരിക്കും പറയണത് അതൊരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. നിങ്ങൾക്ക് GD ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇതിൻ്റെ അകത്ത് പണ്ടേ കേരളത്തിലെ ദർസുകളിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട് എന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും. കാരണം ഒരാൾ നമ്മളിങ്ങനെ ഒരു 25 ആളുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ ഞങ്ങളൊരു 4-5 ടീമായിട്ടായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും അതിൽ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ദർസിൽ എപ്പോഴും 1-2 ഉസ്താദ് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഈ ഒന്നാം ദർസിൽ ക്ലാസ് ഉണ്ടാവില്ല, ക്ലാസ്സില്ല, കംപ്ലീറ്റ്ലി GD. അതുകൊണ്ടായിരിക്കും ദാവ കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകൾക്ക് ഇത്രയും എന്ത് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് സംസാരിക്കാനൊക്കെ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അപ്പോൾ GD ആൾക്കാരിങ്ങനെ കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്യുക. നമ്മൾ അന്ന് ഓതി പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഡിസ്കഷൻ, അതിൽ നിന്ന് ചോദ്യം Q&A. അപ്പോൾ അതിൽ ഒരാൾ ഒരു ഉസ്താദിനെ പോലെ ഉണ്ടാവും, ചിലപ്പോൾ അതിനൊരു അസിസ്റ്റന്റ് ഉസ്താദിനെ പോലെ ഒരാളുണ്ടാവും, ആൾക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റി ഉള്ള ഒരാളായിരിക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. ബാക്കിയുള്ളവർ തിരിച്ച് ചോദിക്കും. ഇനി ഈ ഗ്രൂപ്പിന് എല്ലാവർക്കും സംശയം ഉണ്ടെങ്കിൽ ഉസ്താദിനോട് പോയിട്ട് ചോദിക്കും. അപ്പം ഇതിൽ ഒരു ദാവ കോളേജ് അല്ലെ ദർസിൻ്റെ കരിക്കുലത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമല്ല, GD ഉണ്ട്, ഫീൽഡ് വർക്ക് ഉണ്ട് ദാവ കോളേജുകളിൽ. ദർസുകളിൽ പണ്ടേ ഫീൽഡ് വർക്ക് ഉണ്ടെന്നേ. ഇപ്പോൾ ഫീൽഡ് വർക്ക് നോക്കുകയാണെങ്കിൽ ഞാനൊരിത് പറഞ്ഞുതരാം. ഇപ്പോൾ ദർസുകൾ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ മരണ വീട്ടിൽ ആളുകൾ പോലെ ഉസ്താദ് കുട്ടികളായിട്ട് ഓതാനും പോകും. അപ്പം അത് ശരിക്കും ഒരു ഫീൽഡ് വർക്കല്ലേ. അപ്പം 5 വക്തിന് ജമാഅത്ത് നടക്കുന്നില്ല, അപ്പൊ ആളുകൾ വരുന്നില്ലേ, ഇന്ററാക്ഷൻ വരുന്നില്ല. അതിൽ ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇവർ പഠിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. മൗലിദിനൊരു പുറത്തേക്ക് വീട്ടിലേക്ക് പോകുന്ന നേരം അതൊരു ഫീൽഡാണ്. അപ്പൊ ഇൻ ദാറ്റ് സെൻസ് ഇതിനകത്തെല്ലാം ഉണ്ട്. റൈറ്റ്. ഫീൽഡ് വർക്ക് ഉണ്ട്, GD ഉണ്ട്, ഒരു സോഷ്യൽ വർക്കിന്റെ എല്ലാ കരിക്കുലും നമ്മൾ അറിയാതെ കിട്ടും. ഇതൊരു ദർസ് സിസ്റ്റം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു നോളജ് ട്രഡീഷനാണ്. അതിനൊന്ന് മോഡേണൈസ് ചെയ്തതാണ് ദാവ കോളേജ്. അതുകൊണ്ടാണ് ഇതിന് വരുന്നവർക്ക് സ്കില്ല് നന്നായിട്ട് വരുന്നതിന്റെ ഒരു കാരണം. യെസ്. പിന്നെ രണ്ടാം ദർസ്, ഈ രണ്ടാം ദർസിൽ എന്താ സംഭവിക്കുക? അതിനുശേഷം ഓർക്കാം. രണ്ടാം ദർസ് അത്ര കൺട്രോൾഡ് എൻവിറോൺമെന്റ് അല്ല, ഒന്നുകൂടെ ഇൻഡിവിജ്വലി ആണ് ആൾക്കാർ നോക്കുക. ഒന്നാം ദർസിൽ പഠിച്ചതും പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും കുറച്ചുകൂടി സൊറയൊക്കെ പറയാൻ പറ്റുന്ന, കുറച്ചൊക്കെ സൊറയൊക്കെ പറയാൻ. അതിന് ഒന്നാം ദർസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഉസ്താദിന്റെ ഒരു മോണിറ്ററിംഗ് ഉണ്ടാവും. അങ്ങനെയാണ്. പിന്നെ വലിയൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഇപ്പൊ ദാവ കോളേജിലേക്ക് വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ടോപ്പ് ലെയർ സ്റ്റുഡൻസ് ഒക്കെ വരുന്നത് നന്നായിട്ട് റീഡിംഗ് ഉള്ളവരായിരിക്കും. അപ്പൊ അവിടെ നടക്കുന്ന സൊറ എന്ന് പറയുന്നത് എല്ലാം സിമ്പിൾ സൊറകളല്ല, ഭയങ്കര രാഷ്ട്രീയം പറയുന്നുണ്ട്, പിന്നെ ഐഡിയകൾ പറയുന്നുണ്ട്, ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഡിസ്കഷൻ ആയിരിക്കും. അപ്പം ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ അന്ന് ഇപ്പം ഞങ്ങളുള്ള സമയത്താണ് ഹിറാർ റബ്ബാനി ഖറോ, പാകിസ്ഥാൻ്റെ ഒരു ഫോറിൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അവർ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഹിനാ റബ്ബാനി ഖർ. അപ്പോൾ അവർ വരുന്നേരം ഇന്ത്യൻ മീഡിയയിൽ അവരുടെ തട്ടത്തെക്കുറിച്ച് ഡിസ്കഷൻ പറയുന്നുണ്ട്. ഒരു സ്ത്രീ സുന്ദരിയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഡിപ്ലോമസി ആസ്പെക്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അവർ പിന്നെ നമ്മളിങ്ങനെ വരുന്നുണ്ടല്ലോ, പിന്നെ ഇന്ത്യയിൽ അവർ ശശി തരൂരുമായിട്ടൊരു അഫയർ ഉണ്ടോ അതൊക്കെ ഉള്ള ഈ. അപ്പം ഇങ്ങനത്തെ കുറേ വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഉണ്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ലാറ്റിൻ അമേരിക്കയിലെ അന്ന് പി ഗോവിന്ദപ്പിള്ള ദേശാഭിമാനിയിലൊരു ലേഖനം എഴുതിയിട്ട് അത് ഞങ്ങളെ ക്യാമ്പസിൽ ഡിസ്കഷൻ വന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ എന്താ പറയുക, സാഹിത്യോത്സവിൻ്റെ മുമ്പുള്ള ചർച്ചകളിലൊക്കെ അങ്ങനെ അതൊരു വലിയ ട്രഡീഷൻ തന്നെയാണ്. അപ്പം ദാവ കോളേജ് പാക്ക്
ചെയ്ത ഒരു ടീമാണ് നിങ്ങൾ മൊത്തത്തിൽ പാക്ക് ചെയ്ത 8 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ എന്ത് ചെയ്യണം എന്നായിരുന്നു മനസ്സിൽ? തുടർന്ന് പഠിക്കണം എന്ന് ഓഫ് കോഴ്സ്, എന്തായിരുന്നു നിങ്ങളെ മനസ്സിൽ ആ സമയത്ത്? ഡെഫിനറ്റ്ലി നമുക്കൊക്കെ എന്തുണ്ടെന്ന് വെച്ചാൽ റിസർച്ച് ഇതിലേക്കൊക്കെ പോകണം, റിസർച്ച് ചെയ്യണം. അതോടൊപ്പം എന്തായാലും സംതിങ് എന്തെങ്കിലും ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ള അത് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം അതിനകത്തുനിന്ന് വരുന്നത്. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ AP വിഭാഗത്തു നിന്ന് വരുന്നവർക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ 1989 ഒരു പിളർപ്പ് നടന്നില്ലേ? പിളർപ്പ് നടന്നതിന് ശേഷം ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ EK വിഭാഗത്തിൻ്റെ അടുത്ത് മുഴുവൻ റിസോഴ്സസും അവരുടെ അടുക്കലാണ്, വഖഫ് അവരുടെ അടുക്കലാണ്, മഹല് അവരുടെ അടുക്കലാണ്. പക്ഷെ ഉസ്താദ് ഇങ്ങനെ ഇറങ്ങിപ്പോന്നപ്പോൾ ഉസ്താദിൻ്റെ അടുക്കലുള്ള ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള കുറച്ച് വാങ്വാർഡ്സാണ്, നല്ല പ്രവർത്തകരാണുള്ളത്. ഇവർക്ക് ഈ ആളുകൾക്ക് ആർക്കും പള്ളിയില്ല, സ്ഥാപനങ്ങളില്ല. ഇവർ പിന്നെ ഓരോരുത്തരും ഓരോ നാട്ടിൽ പോയിട്ട് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് സ്ക്രാച്ച് നിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഇതാണ് ഇപ്പം കാണുന്ന സ്ഥാപനങ്ങൾ, ഇൻക്ലൂഡിങ് ഈ ദഅവ കോളേജുകൾ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വളരെ നേരം നമുക്കൊക്കെ കിട്ടുന്നൊരു മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ മോഡലുകളുണ്ട്. ഇയാൾ ഇന്ന രീതിയിൽ സ്ക്രാച്ച് നിന്ന് വന്ന് ഒന്നുമില്ലാതെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അപ്പം നമ്മൾ ഉസ്താദുമാരൊക്കെ തന്നെ എന്തായിരിക്കുന്നത് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ബിൽഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർ ഭയങ്കര ആസ്പയറിങ് ആൾക്കാരായിരിക്കും. ഇപ്പം ഞങ്ങൾ ഉസ്താദിനെ പറ്റി തന്നെ പറയണേ, ഹക്കീം ഉസ്താദിനെ പറ്റി പറയണേ, ഉസ്താദ് 27-ാം വയസ്സിൽ എങ്ങാണ്ടാണ് ദഅവ കോളേജ് തുടങ്ങുന്നത്. അതൊരു 27-ാമത്തെ തുടങ്ങുന്നത്. പക്ഷെ ആള് ഉസ്താദ് തുടങ്ങിയ ഒരിക്കൽ AP ഉസ്താദിന്റെ പിന്നെ ആ ഇത് വെച്ചിട്ട് മാത്രമല്ല, ഉസ്താദ് മേൽവിലാസത്തിലല്ല എന്ന് പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കെട്ടിയുണ്ടാക്കിയ ഇതിലേക്കാണ് 25 കുട്ടികളെ കൊണ്ടുവരുന്ന ഉസ്താദ്. അന്ന് മദീനത്തുന്നൂർ തുടങ്ങുന്ന ഉസ്താദ് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ആ സ്ഥലത്ത് തന്നെ, പൂനൂർ അത്ര നല്ലൊരു കെട്ടിടത്തിലേക്കല്ല. പിന്നെ അതിനെ പെട്ടെന്ന് കുറച്ച് കൂടെ കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിലേക്കാക്കി, ഒരു സാധാരണ വീട്. അപ്പോൾ ഈ അടുത്ത് പിന്നെ ഞങ്ങളെ വാർഷികം നടക്കുന്ന നേരം പൂനൂരിലുള്ള ഒരു ആചാര്യ വന്നിട്ട് പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഇതിലിങ്ങനെ പോകുന്ന നേരം മതിലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് മുലിയാർ കുട്ടികളും ഒരു ഉസ്താദും, അവര് പറയുന്നത് ഹക്കീം എന്നാ പറയാ ഓല നാട്ടുകാർ. അപ്പോൾ ഉസ്താദും ഇങ്ങനെ കുട്ടികളിങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം ഇവർ എന്താകുക എന്തേത്തായിരിക്കും വല്ല പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം എന്നിട്ട് അയാൾ ഈ കഴിഞ്ഞ കൊല്ലം വന്നിട്ട് പറഞ്ഞത് ഇയാൾക്ക് ഇത്ര വലിയ പരിപാടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. അങ്ങനെ ഉസ്താദ് എന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാക്കി, മദീനത്തുന്നൂർ ഉണ്ടാക്കി. പിന്നെ ഉസ്താദ് മർക്കസിലേക്ക് അവിടെ നിന്നാണ് പോകുന്നത്. പിന്നെ ഉസ്താദ് നോളജ് സിറ്റി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അടുത്ത പ്രോജക്റ്റിലേക്ക് പിന്നെ നോളജ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കും എന്തായിരിക്കും വെച്ചാൽ ഇതാണല്ലോ നമ്മൾ കാണുന്നത്. സാന്ദർഭികമായിട്ട് ഉസ്താദിനായിട്ടുള്ള എക്സ്പീരിയൻസസ്, ഉസ്താദുങ്ങളെ, കാരണം ഉസ്താദിനൊരു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എഡ്യൂക്കേഷണലിസ്റ്റും വിഷണറി ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. ഉസ്താദ് ഞാൻ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ തന്നെ AP ഉസ്താദിൻ്റെ മേൽവിലാസമൊക്കെ ഹക്കീം ഉസ്താദ് ബ്രേക്ക് ചെയ്തതാണ്. കാരണം ഉസ്താദിൻ്റെതായ ഒരു ലോകം, വീക്ഷണം എല്ലാത്തിലും, ആരോഗ്യരംഗത്തൊക്കെ എനിക്ക് തോന്നുന്നത് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ കറക്റ്റ് വീക്ഷണം ഉള്ളത് ഉസ്താദിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉസ്താദിനെക്കുറിച്ചും ഉസ്താദിൻ്റെ ഒരു എക്സ്പീരിയൻസ്, വിഷൻ, നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എൻഗേജ്മെൻറ്റ്? ഉസ്താദ് ഞങ്ങളോടൊക്കെ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ളവർക്ക് വളരെ സ്നേഹത്തോടെയാണ്, ഒരു ഉസ്താദ് എന്നുള്ള രീതിയിൽ ഹക്കീം ഉസ്താദ് എങ്ങനെയാണ്? ഞങ്ങൾക്ക് ആദ്യമായിട്ട് മർക്കസ് ഗാർഡനിലേക്ക് മദീനത്തുന്നൂറിലേക്ക് അഡ്മിഷൻ എടുത്ത് വരുന്നവരെ എല്ലാവരെയും ഇങ്ങനെ നിർത്തും, റൈറ്റ്? അപ്പോൾ അവിടെയുള്ള സ്റ്റുഡൻറ്റ്, ഞാൻ വരുന്നത് 6ാമത്തെ ബാച്ചിലേക്കാണ്. അപ്പോൾ 5 ബാച്ചും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാൻ 6ാമത്തെ ബാച്ച് ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പാരൻസ് എല്ലാവരും സീറ്റിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ പാരൻസിനോട് അന്ന് ഉസ്താദ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ വീട്ടിലൊരു 3 മക്കളുണ്ടെങ്കിൽ ഒരു കുട്ടീനെ ഞങ്ങൾക്ക് അങ്ങ് തരികയാണ്, ഇതിന് ശേഷം എന്ത് ചെയ്യില്ല, ഇവനെ തിരിച്ചു കിട്ടില്ല എന്നുള്ള നിലക്കാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു കമ്മ്യൂണിറ്റി വർക്കിലേക്കാണ് വരുന്നതെന്ന് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചത്. പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിച്ച് അവർക്കൊരു വീട്ടിലൊരു സാധനം വാങ്ങിക്കൊടുക്കാൻ പോലും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാനുള്ള ഭയങ്കര ധൈര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കര ഒരു നെയ്യത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ കാണും. എന്താണെന്ന് വെച്ചാൽ എന്തൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു നെയ്യത്ത്. പിന്നെ എനിക്കൊക്കെ വലിയൊരു ഇത് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ ഉണ്ട് എന്ന് വിചാരിക്കാം. ഞാൻ എൻ്റെ സ്കൂളൊക്കെ തുടങ്ങുന്നേരം ഞാൻ എൻ്റെ സ്കൂളിൻ്റെ DPR ഉണ്ടാക്കിയിട്ട് ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അല്ല, ഉസ്താദിനോട് പറഞ്ഞു ഇങ്ങനൊരു സാധനമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഉസ്താദിന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും ഇന്ന നിറ്റിഗ്രിറ്റീസ്, ഇന്ന ആസ്പെക്റ്റ്. ഇത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാൻഡ് എടുക്കുന്ന വിഷയം ഉസ്താദിനോട് പറയുമ്പോൾ ഉസ്താദ് പറയും ലാൻഡ്
എങ്ങനത്തെ ലാൻഡാണ് എടുക്കേണ്ടത് അതിൽ വരെ പറയാൻ പറ്റും. എന്താ വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഉസ്താദ് എന്ന് പറഞ്ഞൊരു കാര്യം, പിന്നെ കിഴക്ക് താന്നിട്ട് പടിഞ്ഞാറ് പൊന്തിയ സ്ഥലമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, കിഴക്ക് താന്നതാണെങ്കിൽ ആ സ്ഥലത്തേക്ക് നേരത്തെ പ്രകാശം എത്തും, രാവിലത്തെ പ്രകാശം അപ്പം മുഴുവനായിരിക്കും അവിടെ താമസിക്കുന്നവർക്ക് കിട്ടും. അപ്പോൾ വൈകുന്നേരം പെട്ടെന്ന് സെറ്റിൽ ആവുകയും ചെയ്യും. അപ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ നല്ല എനർജറ്റിക് ആയിരിക്കും, ഉണർന്നിരിക്കുന്നതാണ് ഉസ്താദ് പറഞ്ഞ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇതുപോലെ ഓരോ കാര്യത്തിലും നമുക്ക് ഗൈഡൻസ് തരാനും പറഞ്ഞു തരാനും പറ്റുന്ന ഒരു ഇതെന്നുള്ളതാണ് ഉസ്താദിനെ കുറിച്ചുള്ള നമ്മുടെ എക്സ്പീരിയൻസ്. ഒരു അത് ഓക്കെ, ഉസ്താദായിരിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്താ ഉസ്താദ് ക്ലാസ് എടുത്തിരുന്നത്? ഉസ്താദ് ഞാനായിരിക്കുന്ന സമയത്ത് കുറേ ക്ലാസ് എടുക്കാൻ ഉസ്താദിന് ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ബാച്ചിനൊക്കെ കുറേ ക്ലാസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ബാച്ചിനൊക്കെ ആഴ്ചയിൽ 3 അവർ 4 അവർ എന്നൊക്കെ. അന്ന് ഉസ്താദ് ഞങ്ങൾക്ക് ഓതി തന്ന ബുഖാരി ഓതി തന്നിട്ടുണ്ട്. ബുഖാരിയിലെ കുറച്ച് ഹദീത്ത് ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് ഓതി തരികയാണ് ചെയ്യുക. അപ്പം അതിൽ നമുക്കൊരു നല്ല ഇതായിരിക്കും, ഒരു ന്യൂ എക്സ്പീരിയൻസ്, ഒരു ന്യൂ വേ ഓഫ് റീഡിങ്. ഇപ്പോൾ കിതാബ് മുഴുവനും കേരളത്തിൽ ഓതുന്നത് എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ അതിങ്ങനെ വായിച്ച് അർത്ഥം വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് അതുപോലെ വേറെ കുറച്ച് കണ്ടംപററി കേസസ് ഒക്കെ എടുത്ത് അതിനൊരു ഭയങ്കര സ്പിരിച്വൽ ഫീലിംഗ് വരുത്താൻ പറയുന്ന ഭയങ്കര ഫീലിംഗ് കിട്ടും ഉസ്താദിന്റെ ക്ലാസ്സിൽ. ശരിക്കും നിങ്ങളൊരു ഷെയ്ഖാണ് ഉസ്താദ്. നമ്മളൊരു അല്ല സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള എന്തായാലും. അപ്പം അത് കഴിഞ്ഞ് നിങ്ങൾ ഇപ്പം ഇറങ്ങി ഉസ്താദിൻ്റെ ഒരു ഗൈഡൻസിൽ നിങ്ങൾ എന്താണ് പിന്നീട് പഠിക്കാൻ പോകുന്നത്? PhDക്ക് എങ്ങനെയാണ് പോകുന്നത്? ഞാൻ മാസ്റ്റേഴ്സിന് പോയി, ജാമിഅ മില്ലിയയിൽ പോയി. മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവിടെ മാസ്റ്റേഴ്സ് ഏതായിരുന്നു? പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സൈമൾട്ടേനിയസ്ലി ഞാൻ 2 എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്തു. ഒന്ന് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ആം ആദ്മി പാർട്ടിയുടെ MLA ഉണ്ടായിരുന്നു. ആ MLAയുടെ കേരള അന്ന് ഞാൻ അവിടെ പോയ സമയത്താണ് ആം ആദ്മി പാർട്ടി ഭരണത്തിൽ വരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിലേക്കും ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് അവിടുത്തെ ഒരു ആം ആദ്മി പാർട്ടി MLAയുടെ കേരള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ ഇങ്ങനെ മാറി. പിന്നെ സോംനാഥ് ഭാരതി. അപ്പോൾ മൂപ്പർക്ക് എന്താന്ന് വെച്ചാൽ അന്ന് അവർക്ക് ഭയങ്കര അംബിഷ്യസ് ആയിരുന്നു ആം ആദ്മി പാർട്ടി. ഒരു പൊതു രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. അവർക്ക് ഭയങ്കര ഡൽഹിയിൽ വന്നതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും വരാൻ പറ്റുമെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരെല്ലാ MLAമാർക്കും ഇത്രത്തെ സ്റ്റേറ്റുകളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പം ഈ സോംനാഥ് ഭാരതിക്കായിരുന്നു കേരളം ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേരളവും തെലങ്കാനയും എങ്ങാണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് ആദ്യം മലയാളികളായിട്ടുള്ള ഓർഗനൈസേഷൻ ടീമുകളൊക്കെ വിളിക്കണം, വിളിച്ചിട്ട് ഇയാളെ ഇവിടേക്കൊരു പിന്നെ ഓഫീസിലേക്ക് വിളിപ്പിക്കണം. അപ്പം ഞാൻ MA ഒക്കെ മാസ്റ്റേഴ്സ് പഠിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ആളെനിക്കൊരു ഫോണും തന്ന് നീ വിളിച്ച ആൾക്കാരോടൊക്കെ അങ്ങോട്ട് വരാൻ പറയുന്നതാണ്. അന്ന് ഞാനിപ്പോൾ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഹാരിസ് ബീരാനല്ലേ, ഞാൻ KMCസിൻ്റെ ആൾ നിങ്ങൾക്ക് ഹാരിസ് ബീരാനെ ഞാൻ കോൾ ചെയ്തു. അപ്പോൾ ഹാരിസ് ബീരാനൊക്കെ അത് ഭയങ്കര ഒഫൻഡഡ് ആയി തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയൊരു ചെറിയ പാർട്ടിയാണ് ആൾക്കാരെ വേറെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നുണ്ടെന്നുള്ള അയാളെ എന്നോട് മാന്യമായ രീതിയിൽ പറഞ്ഞു, ഈ രീതിയിൽ ഒരിക്കലും അപ്രോച്ച് ചെയ്യാൻ പാടില്ല. ഹാരിസ് ബീരാൻ എനിക്ക് നേരിട്ട് അറിയില്ല, പക്ഷെ ഞാൻ ഫോണിൽ വിളിച്ചതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് വരുത്തി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ഇവരൊപ്പം നമ്മൾ എന്തായിരുന്നു ഫീൽഡുകളിൽ പോവായിരുന്നു. ഞാൻ സോംനാഥ് ഭാരതിനൊപ്പം അവരെ പൊളിറ്റിക്സ് എനിക്ക് ഡയറക്റ്റായിട്ട് അറിയാൻ പറ്റി. നല്ല രസമാണ് അത്. കാരണം ഒരു ഏർലി സ്റ്റേജ് ആണ്, പൊളിറ്റീഷ്യൻസ് അല്ല, ബേസിക്കലി ഇവരൊക്കെ പ്രൊഫഷണൽസ് ഒക്കെ ആയ ആൾക്കാരാണ്. ഇയാള് വക്കീലെങ്ങാണ്ടാണ്. അപ്പോൾ ഇവരെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ ഇവരിപ്പോൾ രാവിലെ അങ്ങ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇപ്പോൾ ശരിക്കും ഡൽഹിയിലൊരു MLA എന്ന് പറഞ്ഞ ഒരു കൗൺസിലറെ സ്പേസേ ഉള്ളൂ. ഇപ്പോൾ ഒരു കൗൺസിലറായിട്ട് അവർ കണക്കാക്കുന്നുള്ളൂ ആൾക്കാർ. അപ്പോൾ ഇവിടെ ഒരു MLAനോട് പറയുന്ന കാര്യങ്ങളല്ല അവിടെ പറയാം. അവിടെ എന്തായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ ഹോൾ ടീം രാവിലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് രാവിലെ നമ്മൾ നടക്കാൻ ഇറങ്ങുമല്ലേ, ഇങ്ങനെ എല്ലാ ഗല്ലിയിലൂടെ ഇങ്ങനെ പോയ. ജാമ്യന്റെ സൈഡ് അല്ല, അത് പിന്നെ JNUവിൻ്റെ ആ ഭാഗത്താണ്. കുറച്ച് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു. അപ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അപ്പം ഇങ്ങനെ എല്ലാവരെയും കാണും. അപ്പോൾ ഈസിയാണ്, എല്ലാ വോട്ടറെയും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കാണാൻ പറ്റുന്നില്ല. കാരണം അത്ര ആൾക്കാർക്ക് മീറ്റ് ചെയ്യാൻ താല്പര്യവും ഉണ്ടാവുള്ളൂ. പക്ഷേ ഡൽഹി ആണല്ലോ, സിറ്റി ആണ്. പക്ഷെ നമ്മളെ കാണേണ്ടിയവർക്കൊക്കെ അവിടെ നിന്നൊക്കെ അങ്ങനെ കാണാം. അതാണ് ആം ആദ്മി പാർട്ടിൻ്റെ പൊളിറ്റിക്സ് എനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ നമ്മളൊക്കെ മാസ്റ്റേഴ്സിനും ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ഉണ്ടാവും. നമ്മൾ അന്നൊക്കെ പോകുന്നതാണ്
UP-യിൽ പോകും, ഹരിയാനയിൽ പോകും, രാജസ്ഥാനിൽ പോകും, പിന്നെ ഡൽഹിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങളുണ്ടാവും. എന്തെങ്കിലും ഇനീഷ്യേറ്റീവ്, കാരണം നമ്മളെ സീനിയേഴ്സ് കുറേ ആളുകളൊക്കെ അവിടെ കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ എപ്പോഴും പോകുന്നല്ല, ഒരു ബ്രേക്കൊക്കെ കിട്ടുന്ന സമയത്ത് പോകും. പിന്നെ നമ്മളെ മാസ്റ്റേഴ്സ് ചെയ്യും. ഈ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ മാസ്റ്റേഴ്സ് എനിക്ക് ഒരു വർഷം എനിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു മാസ്റ്റേഴ്സിൻ്റെ മുമ്പ്, ഡിഗ്രി കഴിഞ്ഞു. കാരണം നമ്മൾ ദവാ കോളേജ് എന്ന് പറഞ്ഞാൽ ടൂ അംബീഷ്യസ് ആണ് നമ്മൾ. എനിക്ക് ഭൂമിയിൽ എന്തും എനിക്ക് കിട്ടും എന്നുള്ളൊരു ഡൗട്ടാ. അത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നിരുന്നത് വെച്ചാൽ അപ്പം നമ്മൾ അജ്മീറിലൊക്കെ പോയിട്ട് ദുആ ചെയ്യുകയും കൂടെ ചെയ്താൽ നമുക്കെല്ലാം കിട്ടുമെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സിൻ്റെ സമയത്ത് ആകെ 2 സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളായിരുന്നു. JNU DU മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ എനിക്ക് റിസൾട്ട് വന്ന് നോക്കുന്നേരം അവിടെ 2 കിട്ടിയില്ല. അപ്പം എൻ്റെ ഒരു വർഷം മിസ്സായി. കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ. എനിക്ക് ആ വർഷം മിസ്സായപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾക്കൊരു അഡ്രസ്സ് ഇല്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കുക എന്ന് പറയുന്നത്, നീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരം അല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രശ്നമല്ല. ഞാനൊരു കൊല്ലം എനിക്കൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വരാൻ എനിക്ക് മടിയാണ്. ഞാൻ അവിടെ ഡൽഹിയിൽ തന്നെ വന്നു. അപ്പം നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഞാൻ അവിടുത്തെ ഡൽഹിയിലുള്ള നല്ല വർഷം, എൻ്റെ ലൈഫിന് ഭയങ്കര ലേണിംഗ് കിട്ടിയ വർഷം. ഞാൻ ആ ഡൽഹിയിലുള്ള എല്ലാ ലൈബ്രറിയും എനിക്കറിയാം. അപ്പോൾ അമേരിക്കൻ എംബസി നടത്തുന്നത്, ബ്രിട്ടീഷ് എംബസി നടത്തുന്നുണ്ട്, മാക്സ് മുള്ളർ ലൈബ്രറി ഉണ്ട്, പിന്നെ JNUവിൻ്റെ ലൈബ്രറി ഉണ്ട്, പിന്നെ അവിടെ ഒരു ജാക്കിർ ഹുസൈൻ ലൈബ്രറി ഉണ്ട്. ഈ ലൈബ്രറി ഒക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതും ഡൽഹി പിന്നെ US എംബസിയുടെ ലൈബ്രറി എന്ന് പറയുന്നത് 11 മണിക്ക് തുറന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് പൂട്ടുന്നത്. അപ്പോൾ ഞാൻ 10:30 അവിടെ പോയി നിന്നിട്ട് ലൈന് നിന്നിട്ട് അതിൻ്റെ അകത്ത് കയറി 11 മുതൽ 6 വരെ അവിടെ ഇരിക്കും. അപ്പോൾ അവിടെ അതൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു. പിന്നത്തെ വർഷം ഞാൻ എല്ലായിടത്തും ഇന്ത്യയിൽ എനിക്ക് പറ്റുന്നിടത്തൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ ജാമ്യ കിട്ടി. പിന്നെ ജാമ്യ കിട്ടിയതിന് ശേഷം എനിക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. ഫസ്റ്റ് സെമിസ്റ്ററിൽ തന്നെ നെറ്റ് കിട്ടി. പിന്നെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് ഗാന്ധിനഗർ IIT-യിൽ PhD-ക്ക് അഡ്മിഷൻ കിട്ടി. പിന്നെ അപ്പം എനിക്ക് ഓൾറെഡി ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കുമ്പോഴേക്കും ഓൾറെഡി എനിക്കൊരു PhD അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ടെൻഷനില്ല. പിന്നെ ഞാൻ JNU മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കാരണം ഒന്നും ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ എനിക്ക് JNU കിട്ടി. ഞാൻ JNU-ലേക്ക് പോയി എന്നുള്ള. JNU-ന്നാണ് പിന്നെ PhD. MPhil PhD പൊളിറ്റിക്കൽ സയൻസ് അവിടെ നിന്ന് ചെയ്തത്. സ്പെഷ്യലൈസേഷൻ ഞാൻ കേരളത്തിൻ്റെ പൊളിറ്റിക്സ് ആണ്. കേരളത്തിൻ്റെ പൊളിറ്റിക്സിൽ ഇലക്ഷൻ. അതന്നെ ഞാൻ അടുത്ത മാധ്യമത്തിൽ എൻ്റെ ഒരു ആർട്ടിക്കിൾ ആയിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലെ ഇലക്ടോറൽ സിസ്റ്റം കേരളത്തിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. കാരണം കേരളത്തിലൊരു പൊളിറ്റിക്കൽ സാധനം നോക്കുന്നവരെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ്. 4 കമ്മ്യൂണിറ്റീസ് ഈക്വലി കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഒരു കമ്മ്യൂണിറ്റിയും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല. ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് കേട്ടോ. ഒരു കമ്മ്യൂണിറ്റിയും കംപ്ലീറ്റ് ആയിട്ട് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല. എല്ലാവർക്കും ഒരു കൈൻഡ് ഓഫ് ഷെയർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊരു ഇലക്ട്രൽ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ PhD ഇതിനൊന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇലക്ട്രൽ സിസ്റ്റം ക്രക്സ് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ്റെ ഒരു തൊട്ട് സാഹചര്യമാണ്. അതിൻ്റെ ഒരു ക്രക്സ് പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു 4 കമ്മ്യൂണിറ്റീസ്. ഇവിടുത്തെ ഒരു അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ. ദളിത് നമുക്ക് 5ാമത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പോൾ ദളിത്, SC ST കമ്മ്യൂണിറ്റീസ്, അതിനൊരു 5th കാറ്റഗറി എന്ന് പറയും. അപ്പം നമ്മൾ കേരളത്തിലൊരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അപ്പം ഈ 4 കമ്മ്യൂണിറ്റീസ് പ്ലസ് 5ാമത്തെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ SC ST കമ്മ്യൂണിറ്റി. ഇതാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്സ്. ഇവർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയും. ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റ്, ഇതൊക്കെയാണ് കേരളത്തിൻ്റെ LDF UDF എന്ന് പറയുന്നത് ശരിക്കും പറയുന്നത്. അപ്പോൾ ഇവരെ നമ്പറുകൾ റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ MLA-മാരതും അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ കൈൻഡ് ഓഫ് ഇവർക്കൊരു പോപ്പുലേഷൻ്റെ അടുത്ത് ഇവർക്കൊരു ഷെയർ കിട്ടിയിട്ടുണ്ട്. എല്ലാ കമ്മ്യൂണിറ്റീസിനും കിട്ടിയിട്ടുണ്ട്. അതിൽ ചെറിയ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നായർ കമ്മ്യൂണിറ്റീസിന് അവർക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നായർ കമ്മ്യൂണിറ്റി ഇതിനേക്കാൾ കൂടുതലാണ് എന്നാണ് എപ്പോഴും പൊതുവെ ഉള്ള ഒരു എന്തായാലും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നായർ കമ്മ്യൂണിറ്റീൻ്റെ എങ്ങനെ വരുന്നത് വെച്ചാൽ ഹിന്ദുക്കൾക്കിടയിൽ നായരും ഈഴവരെയും കാണാനുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ചെറിയ ഗ്രൂപ്പുകൾക്കൊന്നും റെപ്രസെൻറ്റേഷൻ കിട്ടാറില്ല. അപ്പോൾ നായർ കമ്മ്യൂണിറ്റിയാണ് ഈ ചെറിയ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഷെയർ മുഴുവൻ കയ്യിലെടുക്കാറുണ്ട്. അത് ഏത് ഗവൺമെൻറ് വന്നാലും ലാസ്റ്റ് ലെഫ്റ്റ് ഗവൺമെൻറ്റിൽ പോലും അത് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റിസർച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ജനറലി നോക്കുകയാണെങ്കിൽ ഈ 4 കമ്മ്യൂണിറ്റീസിൻ്റെ 4 ഡോമിനൻ്റ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ എന്ത് വരുന്നില്ല, ഒരു മേജർ ടെൻഷൻ വരുന്നില്ല, പ്രശ്നങ്ങൾ വരുന്നില്ല. അതിപ്പോൾ ഉണ്ടാകുന്നുണ്ടോ? അത് ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. അപ്പം 4 കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ മേജർ പ്രശ്നം വരുന്നില്ല. ഇവർ കൂടിയിട്ടാണ് മുന്നോട്ട് വന്നത്. ഏകദേശം അവർക്കൊക്കെ ഒരു ഷെയർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷെയർ കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് നോക്കാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ്റെ ഫീൽഡിലാണ്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ എയ്ഡഡ് കോളേജ്, എയ്ഡഡ് സ്കൂൾസ് ഒക്കെ കൊടുക്കുന്നത് നോക്കിയാൽ
കൈൻഡ് ഓഫ് എല്ലാവർക്കും അവരുടേതായ ഷെയറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതിൽ ചെറിയ ഏറ്റക്കുറച്ചിലും വ്യത്യാസങ്ങളും ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അതെങ്ങനെ ഇലക്ടോറൽ സിസ്റ്റമായിട്ട് ഇതാക്കാൻ പറ്റും? ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യയിലുള്ള ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ്, സിമ്പിൾ പ്ലൂരാലിറ്റി ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറയും. ഈ ഇലക്ടറൽ സിസ്റ്റം ഒരിക്കലും ഇങ്ങനെ കമ്മ്യൂണിറ്റി ഡിവിഷൻസ് ഉള്ളിടത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രൽ സിസ്റ്റം അല്ല, സത്യത്തിലല്ല. അത് എന്നിട്ടും കേരളത്തിൽ എന്തുകൊണ്ട് സക്സസ്ഫുള്ളായി വർക്ക് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പഠനം. അതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പെർമനൻറ്റ് മെജോറിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്കും മെജോറിറ്റി ഇല്ല. നിങ്ങൾ പോപ്പുലേഷൻ ഷെയർ നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഇപ്പോൾ 25-26%, മുമ്പ് ഒരു 20 ഇങ്ങനെ തുടങ്ങി 25-26 എത്തിയാണ്. 18-19% ക്രിസ്ത്യൻസ്, ഒരു 22-23% ഈഴവർ, ഒരു 12-13% നായർ. അപ്പോൾ ഇതിൽ ആർക്കും സ്വന്തക്ക് നിൽക്കാൻ കഴിയില്ല. പക്ഷേ അതിൽ ഒരു എപ്പോഴും ഒരു പൊതുവെ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു വലിയ നരേഷൻ എന്താ വെച്ചാൽ, മുസ്ലിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഇത്ര വലിയ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിട്ടും അതിനനുസരിച്ചുള്ള പരിഗണന ഇല്ല, ഏത് ഗവൺമെൻറ് വന്നാലും എന്നുള്ളൊരു സാധനം ഉണ്ടായി. ശരിയാണോ? അത് ഒരു കാര്യം വരുന്നത്, നമ്മളിപ്പോൾ ഷെയർ നോക്കുന്ന സമയത്ത് ടോട്ടൽ മിനിസ്ട്രീസ് ഞാൻ 1982 മുതൽ 2021 വരെ നോക്കിയത്. കാരണം 82 മുതലാണ് LDFും UDFും ഒരു കേരളം ഒരു പെർമനൻറ്റ് നേച്ചറിലേക്ക് വരുന്നത്. അതിൻ്റെ മുമ്പൊക്കെ ഗവൺമെൻറ് 2 കൊല്ലം 1 കൊല്ലം 3 കൊല്ലം കണക്ക് കൂട്ടാൻ ഭയങ്കര പ്രയാസം. അപ്പോൾ 82 മുതൽ നോക്കുമ്പോൾ 18% ആൾക്കാർ വരുന്നത് മുസ്ലിങ്ങളാണ്. 18% ഏതിൽ റെപ്രസെൻറ്റേഷനിൽ, ഇതിൽ മിനിസ്ട്രിയിൽ MLA ഏകദേശം ഒരു 20-22% വരും മുസ്ലിങ്ങൾ വരും. അപ്പോൾ നമ്മളിപ്പോഴത്തെ പോപ്പുലേഷൻ ഷെയർ നോക്കുന്ന നേരം ചിലപ്പം 26.5% മുസ്ലിങ്ങൾ. അവർക്ക് അത്ര ഷെയർ കിട്ടിയില്ല എന്ന് ചിലപ്പം തോന്നിയേക്കാം. പക്ഷേ അതിൽ ഒരു കാര്യം നമ്മൾ നോക്കുന്ന നേരം മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ നോക്കണം. മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ഇങ്ങനെ മുകളിലേക്ക് പോയതാണ് കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ, റൈറ്റ്? ഇനിയും കൂടും. അതിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് മൈഗ്രേഷൻ. മറ്റേ കമ്മ്യൂണിറ്റിയിലൊക്കെ വലിയ രീതിയിലുള്ള മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഏറ്റവും ആദ്യം കിട്ടിയത് അവർക്കാണ്, നമുക്കാണ് എഡ്യൂക്കേഷൻ കുറഞ്ഞതിൽ കിട്ടിയത്. അപ്പം മുസ്ലിങ്ങൾ ചിലപ്പം അതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ, മുസ്ലിങ്ങൾ എന്താണെന്ന് വെച്ചാൽ റീപ്ലേസ്മെൻറ്റ് ലെവലിൻ്റെ അത്ര തന്നെ റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ബാക്കി കമ്മ്യൂണിറ്റീസ് റീപ്ലേസ്മെൻറ്റ് ലെവലിൻ്റെ അത്ര പ്രൊഡക്ഷൻ നടത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല നമ്മളെ ആളുകൾ മുസ്ലിം കമ്മ്യൂണിറ്റി എവിടെ പോയാലും തിരിച്ചു വരും. ഇതിൻ്റെ മൈഗ്രേഷൻ്റെ ഒരു പാറ്റേൺ നോക്കുന്നവർ മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലേക്കല്ലേ, അവിടെ ഒരിക്കലും നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് തിരിച്ചു വരൽ കമ്പൽസറിയാണ്, റൈറ്റ്? ബാക്കി കമ്മ്യൂണിറ്റി ഇപ്പം നായരും ക്രിസ്ത്യനും പ്രത്യേകിച്ച് അവർ മൈഗ്രേറ്റ് ചെയ്യുന്ന യൂറോപ്പ് ഇങ്ങനത്തെ മേഖലയിലേക്ക്, US പോകുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ അകത്തുള്ള സിറ്റികളിലേക്കും കൂടുതൽ മൈഗ്രേഷൻ പോയിരിക്കുന്നത് നോൺ മുസ്ലിംസ്. അപ്പം അവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അതും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഏത് കമ്മ്യൂണിറ്റിക്കാണോ കിട്ടിയിരിക്കുന്നത് അവരുടെ ബർത്ത് റേറ്റ് വളരെ കുറവായിരിക്കും. അതാണ് സിറിയൻ ക്രിസ്ത്യൻസും നായറും ഇത്രയും താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതാണ്. അപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇനി എഡ്യൂക്കേഷൻ വരികയാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ബർത്ത് റേറ്റ് കുറയുന്നത്. മുസ്ലിങ്ങളിലും കുറയുന്നുണ്ട്, പക്ഷെ മറ്റേത് കുറയുന്നത് പോലെ എത്തിയിട്ടില്ല. വിവാഹത്തോടൊക്കെ പെൺകുട്ടികൾക്ക് ഒരു വിമുഖത ഉണ്ട്. ലേറ്റ് മാരേജ് വരുന്ന നേരം നിങ്ങൾക്ക് ഒരാൾക്കൊരു സ്ത്രീക്ക് ജോലി ഉണ്ടെങ്കിൽ എന്താണെങ്കിലും 2 കുട്ടി കഴിയുള്ളൂ. അപ്പം ജോലിയിലേക്ക് വരുന്നതോട് കൂടിയിട്ട് ബർത്ത് റേറ്റ് കുറയും. അപ്പോൾ ഇനി ഈ PhD ഇപ്പോൾ ഈ ഇതിനകത്ത് ഈ പൊളിറ്റിക്കൽ, അപ്പോൾ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ എൻട്രിക്ക് സാധ്യത ഉണ്ട് ഷാവുലിൻ്റെ. കാരണം ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ ഒരു വലിയ സാധ്യതയാണ്. ശരിക്ക് നമ്മുടെ ഒരു പൊളിറ്റിക്സിൻ്റെ വലിയ പരിമിതി എന്താ വെച്ചാൽ ഇതിപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഇതിൽ വളരെ കുറവാണ്. അപ്പം നിങ്ങൾക്ക് ഈ ആം ആദ്മിൻ്റെ ഈ സാധനമൊക്കെ വെച്ച് എപ്പോഴും ഒരു പാർട്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു റൈറ്റ് ടൈമിൽ എൻ്റർ ചെയ്തോ, ഞാനൊരു രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകൾക്ക് ഒരു ഉപദേശം തരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. PhD കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നാണ് തോന്നി? ഞാൻ PhD കഴിഞ്ഞ് എനിക്ക് PhD സബ്മിഷൻ്റെ മുമ്പ് തന്നെ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ജോലി ഗീതം ഡീം ടു ബി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ. അപ്പോൾ എൻ്റെ PhD ഞാൻ സബ്മിറ്റ് ചെയ്തു. ബയോ കഴിയുന്നതിന് മുമ്പ് അവിടെ ജോലി വന്നു. അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഞാൻ ജോലിക്ക് കയറി. ഗീതം യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ പഠിപ്പിക്കാനുണ്ടായിരുന്നു ഒരാഴ്ചയിൽ 9 അവർ പഠിപ്പിക്കാനുണ്ടാവും. അവിടെ 9 അവർ ഒരാഴ്ചയിൽ ടോട്ടൽ പഠിപ്പിക്കാനുണ്ടാവും. ബാക്കി മൊത്തം നമ്മൾ റിസർച്ചിനാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ UGC പേ സ്കെയിലിൻ്റെ മുകളിൽ സാലറി ഉണ്ടാവും. ഗീതം ആരുടേതാണ്? ഗീതം TDP MP-ൻ്റെതാണ്. അതൊരു ഭയങ്കര
35,000-ഓളം സ്റ്റുഡൻറ്റ് പഠിക്കുന്ന 3 ക്യാമ്പസുകൾ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, വിശാഖപട്ടണം. ഞാൻ ആദ്യം കിട്ടിയത് എനിക്ക് ഹൈദരാബാദാണ്. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന വലിയ ക്യാമ്പസാണ്, നല്ല ഓപ്പർച്യൂണിറ്റി, ഭയങ്കര സേഫാണ്. ഇവിടെ നമ്മളിപ്പോൾ മനോരമയിൽ ജോലി കിട്ടിയാലൊക്കെ പണ്ടുള്ളവർ പറയുന്നുണ്ടല്ലോ എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയവരാണ്. അപ്പോൾ അതിലും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതിനകത്ത് NIRF 100-ന്റെ ഉള്ളിൽ വരുന്ന നല്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് കിട്ടിയത്. ഞാനപ്പോൾ ഒരു വർഷം അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം നിങ്ങൾ ദവാ കോളേജിൽ നിന്നാണ് പോകുന്നത്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയ ഒരു ഏരിയയിൽ. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഗീതം എന്ന് പറയുന്നത് അതൊരു കൃത്യമായിട്ട് ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം. ജാതിയും മതവും കാര്യങ്ങളൊന്നും അവിടെ പ്രശ്നമില്ല. അവർ നിങ്ങൾക്കിപ്പം അവിടെ പ്രയറിനൊക്കെ നല്ല ഫെസിലിറ്റി കൊടുക്കും മുസ്ലിങ്ങൾക്ക്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ ഗൾഫിൽ നിന്ന് കുറേ കുട്ടികൾ വരാനുണ്ട്. അപ്പോൾ ആ മാർക്കറ്റ് കണ്ടിട്ട് ഇവിടെ പ്രയറിന്, നിസ്കാരത്തിന് നല്ല ഫെസിലിറ്റി ഒക്കെ കൊടുക്കുന്നത്. പിന്നെ ഹൈദരാബാദ് കൂടി ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഇൻട്രാക്ഷനും സാധ്യത. അതെ തന്നെ, അവിടെ നല്ലൊരു പെർസെൻറ്റേജ് മുസ്ലിംസ് വരുന്നുണ്ട്. പിന്നെ ഹൈദരാബാദിൽ നിന്ന് ഞാൻ പിന്നെ ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി. കാരണം ഞാൻ എൻ്റെ PhD ചെയ്യുമ്പം തന്നെ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിലേക്ക് കൂടുതൽ ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് മാറിയത്. പിന്നെ ഞാൻ 1 year കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് എൻ്റെ സ്കൂളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കൂൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഇപ്പം ഞാൻ ആ പ്രവർത്തനത്തിലാണ്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് നേരെ സ്കൂൾ. അപ്പോൾ ആ സ്കൂളിൻ്റെ ഇപ്പം നിങ്ങൾ ദവാ കോളേജിൻ്റെ ബേസ്, JNU PhD, ജാമ്യയുടെ ഇതെല്ലാം ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആണ്. ഒരു സാധാരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ചൊരു ഡ്രീം ലൈഫാണ് ഇതൊക്കെ, ദവാ കോളേജ് മാറ്റി വെച്ചാൽ. അത് കഴിഞ്ഞ് IIT-യിൽ അഡ്മിഷൻ കിട്ടി, ഗീതം യൂണിവേഴ്സിറ്റിയുടെ എക്സ്പീരിയൻസ്. അപ്പം നിങ്ങളൊരു സ്കൂൾ തുടങ്ങുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. എന്തൊക്കെയാണ് അതിൻ്റെ പ്രോജക്റ്റ്, എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്, എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഞങ്ങൾ 3 പേരാണ്, ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ദവാ കോളേജിൽ നിന്ന് ഞാൻ +1 ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മുജീബ് റഹ്മാൻ നൂറാനി, പിന്നെ എൻ്റെ ജൂനിയറായി വന്ന മുജീബ് റഹ്മാൻ IIT-ന്ന് PhD കഴിഞ്ഞ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസാണ്. മുജീബിൻ്റെ എക്സ്പോഷർ എന്ന് പറയുന്നത്, മുജീബിന് പോർച്ചുഗലിലും മുജീബ് പഠിച്ചിട്ടുണ്ട്, IIT ഗാന്ധിനഗറിൽ പഠിച്ചിട്ടുണ്ട്, അസീം പ്രേംജിയിൽ പഠിച്ചിട്ടുണ്ട്. പോർച്ചുഗലിൽ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഷോർട്ട് കോഴ്സിന് പോയിട്ട്, ഒരു റിസർച്ച് കോഴ്സിന് പോയിട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അമേരിക്കൻ ഇന്ത്യ ഫെല്ലോ ആയിരുന്നു, AIF. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് 10 സ്റ്റുഡൻസിനെയും US നിന്ന് 10 സ്റ്റുഡൻസിനെയും സെലക്ട് ചെയ്യുന്ന ഒരു നല്ലൊരു പ്രോഗ്രാമാണ്. അതിൻ്റെ പാട്ടായിരുന്നു അവന്. പിന്നെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ജലാൽ നൂറാനി ഓൾറെഡി കോർപ്പറേറ്റ് സെക്ടറിലായിരുന്നു. അന്ന് പിന്നെ ഇപ്പോൾ നമ്മുടെ നോളജ് സിറ്റി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ്. അപ്പം ഞങ്ങൾ 3 ആളൂടെ കൂടിയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഡ്രീം ചെയ്യുന്നതാണ്, എങ്ങനെ നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്യുക, എന്താ ബിൽഡ് ചെയ്യുക, എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക. അതിന് നമ്മൾ അന്ന് തന്നെ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഗേൾസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കണം നമ്മൾ ഇനീഷ്യൽ പ്രോജക്റ്റ് വരേണ്ടത്. കാരണം നിങ്ങൾ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് ഫെസിലിറ്റികളുണ്ട്, പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റി ഭയങ്കര കുറവാണ്, റൈറ്റ്? അപ്പോൾ ഇത് ഏത് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് തന്നെ. അപ്പോൾ നിങ്ങൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റീൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുന്നേരം അതിൽ പിന്നെ നമ്മുടെ എന്തായാലും അതിൻ്റെ ഫൗണ്ടർ പേര് പിന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം കമ്മ്യൂണിറ്റിയുടെ റിസോഴ്സസ് സ്പെൻഡ് ചെയ്യേണ്ടത് ആണുങ്ങൾക്കാണ്, എന്നിട്ടാണ് പിന്നെ നിങ്ങൾക്ക് പെൺകുട്ടിയെ കൊടുക്കേണ്ടത്. അത് റൈറ്റ് ഓർ റോങ് എന്നുള്ളതല്ല, അതിനോട് പ്രസക്തിയില്ല. കാരണം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഓല ആദ്യം സ്പെൻഡ് ചെയ്യുക ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കേരളത്തിൽ ശരിക്കും അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ഇനിയിപ്പോൾ ഗേൾസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനും ഗേൾസിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ബോൾസ്റ്റർ എന്ന് പറഞ്ഞൊരു ആശയത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ബോൾസ്റ്റർ എന്താ, ബോൾസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ശരിക്കും വരുന്നത് നിങ്ങൾ ഒരു ലൈറ്റ് സപ്പോർട്ട് എന്നാണ്. ലൈറ്റ് സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് സോഫയിൽ ഉണ്ടാകുന്ന ഒരു പില്ലോ അല്ലേ, ബോൾസ്റ്റർ പില്ലോ. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന നേരം ഇങ്ങനെ കൈ വെക്കുന്ന നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഭയങ്കര ഒരു കംഫർട്ട് ഫീൽ ചെയ്യും, റൈറ്റ്? അപ്പം ഞങ്ങളൊരു ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പെൺകുട്ടിക്ക് ഒരു ലൈറ്റ് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫ്ലറിഷ്, അവരങ്ങ് പോവും എന്നുള്ളതാണ്. അപ്പം അവർക്ക് നിങ്ങൾക്കൊരു ലൈറ്റ് സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. 2 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇവരെ വല്ലാതെ പഠിപ്പിച്ചാൽ ഇതിലെ റീപ്രൊഡക്ഷനും പോപ്പുലേഷനും കുറയും. ഒന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം, സമസ്തയും നിങ്ങളൊക്കെ മതസ്ഥാപനത്തിൽ പഠിച്ചു വന്ന ആൾക്കാരാണ്. പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള വലിയൊരു വിമർശനം, ഇതിൻ്റെ മഹാഭൂരിപക്ഷം സുന്നികളാണ്. സുന്നികൾ പൊതുവെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരാണ് എന്നുള്ള ഒരു നരേഷൻ ഇവിടെ ഉണ്ടല്ലോ.
അതിനെ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങളിങ്ങനെ ഒരു ഇനീഷ്യേറ്റീവായിട്ട് വരുമ്പോഴുള്ള റെസ്പോൺസസ് എന്തായിരുന്നു? ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഓക്കെ, ഇതിൽ ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞത് സ്ത്രീനെ പഠിപ്പിച്ചാൽ റീപ്രൊഡക്ഷൻ കുറയും എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ എന്ന് കരുതിയിട്ട് സ്ത്രീനെ പഠിപ്പിക്കേണ്ട എന്നല്ല. സ്ത്രീനെ പഠിപ്പിച്ചാൽ റീപ്രൊഡക്ഷൻ കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ പഠിച്ചു കഴിഞ്ഞിട്ട് ജോബ് മാർക്കറ്റിലേക്ക് പോകുന്ന നേരം സ്ത്രീക്ക് അനുകൂലമായിട്ടുള്ളതല്ല ഇപ്പോഴും ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പ്രഗ്നൻസിയുടെ സമയത്ത് 6 മാസമാണ് ഒരു സ്ത്രീക്ക് ലീവ് കിട്ടുന്നത് ഗവൺമെൻറ്റിൽ നിന്ന്. അതല്ലാതെ പ്രൈവറ്റിലൊന്നാണ് ഒരിക്കലും 6 മാസം ലീവ് ഒന്നും ഇല്ല. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു രാജ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ പ്രഗ്നൻസിയിലേക്ക് പോവുകയാണെങ്കിൽ ശരിക്കും ഇവർക്കൊരു ചുരുങ്ങിയ ഒരു വർഷം 1.5 വർഷമെങ്കിലും ലീവ് കൊടുക്കാൻ കഴിയണം. റൈറ്റ്? അപ്പോൾ ഇവർ പഠിപ്പിച്ച് 2 വർഷമെങ്കിലും കൊടുക്കണം. 2 വർഷമെങ്കിലും കൊടുക്കണം. കാരണം ഇവിടുത്തെ സമൂഹം നിലനിന്ന് പോകുന്ന റീപ്രൊഡക്ഷൻ മേലെ അതിൻ്റെ ബേർഡൻ എടുക്കുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അതിന് നമ്മൾ റിവാർഡ് ചെയ്യേണ്ടി വരും. റൈറ്റ്? അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ലോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ട് അവർ മാരേജ് ഡിലേ ആക്കുന്നു, റീപ്രൊഡക്ഷനെ ബാധിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ ഇതുവരെ സമുദായമോ അല്ലെങ്കിൽ സമുദായ സംഘടനകൾ ആരും സ്ത്രീനെ പഠിപ്പിക്കേണ്ട എന്നുള്ള സ്റ്റാൻഡ് എടുത്തിട്ടില്ല. പഠിപ്പിക്കണമെന്ന് തന്നെയാണ്. കാരണം നിങ്ങളുടെ ഹാഫ് റിസോഴ്സസ് നിങ്ങൾ ആണുങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യണം, ഹാഫ് റിസോഴ്സിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണം. അവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്, പിന്നെ അവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീനെ പഠിപ്പിക്കാമെന്ന് ഞങ്ങൾ ഇനീഷ്യേറ്റീവായിട്ട് വന്നപ്പോൾ എല്ലാ ആളുകളും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതാണ്. ആളുകൾ നല്ല എൻകറേജ്മെൻറ്റ് തന്നാണ്. നമ്മൾ ലീഡർഷിപ്പൊക്കെ ഒരു പ്രശ്നവും നമുക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങളിത് റൈറ്റ് ടൈം ചെയ്യേണ്ട കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സമസ്തയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ കേരളത്തിലെ പിന്നെ മുസ്ലിങ്ങളുടെ ഹിസ്റ്ററി ടോട്ടൽ നോക്കുകയാണെങ്കിൽ അതിൽ സ്ത്രീകൾ വളരെ വലിയ രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അതിനെ ഡോക്യുമെൻ്റ് ചെയ്യാത്തതാണ് വലിയൊരു പ്രശ്നം. നിങ്ങൾ നാട്ടിലുള്ള മദ്രസകൾ നോക്കുക, ഒരുപാട് മദ്രസകൾ സ്ത്രീകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. നമ്മളെ നാട്ടിലെ ചില ഉസ്താദുമാർ ചില കിതാബ് ഓതിയത് സ്ത്രീകളെടുത്തുനിന്ന്, ഫതുഹുൽ മുഈനൊക്കെ ഓതിയത് സ്ത്രീകളെടുത്തുനിന്ന് ഓതിയവരുണ്ട്. അങ്ങനത്തെ ഉസ്താദത്തുമാരുണ്ടായിട്ടുണ്ട്. ചില ഉസ്താദുമാരുടെ ഭാര്യമാര്, അവരുടെ ഉമ്മമാര്, ഇവർക്കൊക്കെ കിതാബൊക്കെ മുഴുവൻ അറിയാവുന്നവരുണ്ടായിരുന്നു. പള്ളി കമ്മിറ്റിയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് ഉസ്താദത്തുമാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ട്. അങ്ങനെ പഠനം ഇപ്പോൾ PhDകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ ഈ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് സാധനം അവരിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത കുറേ മദ്രസകളാണ് എനിക്ക് ഭയങ്കരമായിട്ട്. ആ സ്ത്രീ നടത്തിയിരുന്ന മദ്രസകൾ, അതിൻ്റെ സാലറി കൊടുത്തിരുന്ന സ്ത്രീയാണ്. ഉസ്താദുമാരെ റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്ന സ്ത്രീയാണ്. അത് മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്. നമ്മൾ ആവുമ്പോഴേക്ക് ആ സാധനം പോയിട്ടുണ്ട്. നമ്മളാകുമ്പോഴേക്ക് പൂർണ്ണമായിട്ട് സാധനങ്ങൾ പോയിട്ടുണ്ട്. സ്ത്രീകൾ ഇത് തന്നെ മുഴുവനും വിഡ്രോ ചെയ്തിട്ടുണ്ട്, എല്ലാം മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെയുള്ളത് വേറെ പഠിക്കേണ്ട ഒരു വിഷയം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പഠനം കേട്ടോ. എന്ന് പറഞ്ഞാൽ മദ്രസ നടത്തിയിരുന്ന സ്ത്രീ എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ്. ഞാനൊരു സാധനം കേട്ടിട്ടുണ്ട്, ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത്. അത് ശരിയാ, മുസ്ലിം സ്ത്രീയാണ്. ഈ പിന്നെ അതൊന്നെന്താന്ന് വെച്ചാൽ അന്നത്തെ യൂണിവേഴ്സിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്കത് വേണേ ഇന്നത്തെ മോഡൽ ഒരു കോളേജ് രീതിയിലേക്ക് പിന്നെ ഫാത്തിമ അൽ ഫിഹിരി ഉണ്ടാക്കിയിരിക്കുന്ന ആ സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റി മോഡലിലേക്ക് ആദ്യം വന്നിരിക്കുന്നത് എന്ന് വേണേൽ പറയാം. പക്ഷെ ഇന്ന് കാണുന്നത് പോലുള്ള മോഡേൺ യൂണിവേഴ്സിറ്റി ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു സിലബസ് അതനുസരിച്ച് പഠിപ്പിക്കുക, അതിനൊരു കരിക്കുലം, അതിന് മൾട്ടിപ്പിൾ ഉസ്താദുമാര്, അവർ ഡിഫറെൻറ്റ് ഫീൽഡുകൾ പഠിപ്പിക്കുക, ഈ സിസ്റ്റം വന്നിരിക്കുന്നത് ഫാത്തിമ അൽ ഫിഹിരിയുടെ മോഡലിന്. പിന്നെ ഇങ്ങനെ ഇവോൾവ് ചെയ്താണ് മൊറോക്കോയില്. പിന്നെ അതിങ്ങനെ ഇവോൾവ് ചെയ്താണ് ഇന്ന് മോഡേൺ രീതിയിൽ കാണുന്ന യൂണിവേഴ്സിറ്റീസ്. അതിൽ നമ്മൾ ഒരു കാര്യം നോക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊക്കെ നോളജ് ട്രഡീഷനാണ്. ഇസ്ലാമിക് ആണെങ്കിലും ഗ്രീക്ക് ആണെങ്കിലും ഇതൊന്നും ഡിഫറെൻ്റ് അല്ല. എല്ലാം ഒരേ പാറ്റേണിലാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതിൽ ഈ റസൂലുള്ളാഹിൻ്റെ കാലം മുതലുള്ള ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ അങ്ങനത്തെ മൈൽ സ്റ്റോൺസ് ഉണ്ടോ? സ്ത്രീകൾ നയിച്ച ഇപ്പോൾ ഈ ഫാത്തിമ അൽ ഫിഹിരിൻ്റെ പോലെ നബിൻ്റെ കാലത്ത് അങ്ങനെ എന്തെങ്കിലും ചരിത്ര ഓർമ്മ ഉണ്ടോ? നബിൻ്റെ കാലത്ത് ഇപ്പോൾ നമ്മളെ ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ, അന്നത്തെ നിങ്ങളിപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ നോക്കുകയാണെങ്കിൽ ഖദീജ റളിയല്ലാഹു അൻഹ വലിയൊരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണല്ലോ. ഇസ്ലാമിൻ്റെ ശരിക്ക് ഫണ്ടിങ് വരുന്നത്
ഖദീജ റളിയല്ലാഹു അൻഹ. ശരിക്കും ഖദീജ റളിയല്ലാഹു അൻഹ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടാണല്ലോ, ഒരു കച്ചവടം നടത്തി. അന്നുള്ള ഇപ്പം വരുന്ന കുറേ റിസർച്ചുകൾ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മക്ക അന്നത്തെ ഒരു സെൻറ്റർ ഓഫ് ബിസിനസ് ആണല്ലോ. കാരണം ട്രേഡാണ്, എല്ലായിടത്തും വാറാണ്, എല്ലായിടത്തും അടിപിടി, ഗോത്രങ്ങൾ തമ്മിലുള്ള അടിപിടിയാണ്. പക്ഷെ മക്കയിൽ ആരും യുദ്ധം ചെയ്യില്ല. അപ്പം മക്കയിൽ ട്രാൻസാക്ഷൻ നടത്താൻ സുഖമാണ്. പക്ഷെ മക്കയിൽ എന്തില്ല, റിസോഴ്സസ് ഒന്നുമില്ല. അപ്പം കാരവൻ വഴിയാണ് എന്ത് കൊണ്ടുവരേണ്ടത്, നിങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുവരേണ്ടത്, ഈ കുതിരകളും പിന്നെ ഒട്ടകത്തിൻ്റെ ഇതിലൊക്കെ ആയിട്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ബിസിനസ് തന്നെ കാരവൻ ട്രേഡാണ്. അപ്പം കാരവൻ ട്രേഡിൻ്റെ അന്നത്തെ രീതിയിൽ മക്കത്തെ ഏറ്റവും വലിയ പിന്നെ റിച്ചസ്റ്റ് വുമൺ ഇൻ മക്ക ആയിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ഫണ്ട് ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരവൻ ട്രേഡിൽ സ്കില്ല് മനസ്സിലാക്കിയിട്ട്. പിന്നെ ഉള്ള ഓരോ സാധനത്തിനും ഖദീജ റളിയല്ലാഹു അൻഹ നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആദ്യത്തെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് നിങ്ങൾ വേറൊരു ഇപ്പോൾ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ നമ്മളിപ്പോൾ ഫത്തുഹുൽ മുഈനിലും ഫിഖ്ഹിൽ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ഈ ട്രേഡിനെ കുറിച്ചും ഈ വെഞ്ചർ ക്യാപിറ്റൽ ഐഡിയനെ കുറിച്ചും തിജാറത്തിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചകൾ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇതാ. ഈ തിജാറത്ത് വെഞ്ചർ ക്യാപിറ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുമാണ്. അതൊരു ഭയങ്കര ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാവും. റൈറ്റ്. അപ്പോൾ ഖദീജ ബീവിനെ അവഗണിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെ പറയാൻ ഇല്ല. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, പിന്നെ കുറേ പണ്ഡിതകൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതെ അതെ. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് ഖദീജമാരെ ആയിഷമാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ബോൾസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ട്രഡീഷനാണ്. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പെൺകുട്ടിയൊക്കെ എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് ഇസ്ലാമിലെല്ലാം ഉണ്ട്. എല്ലാം നമ്മുടെ ടെക്സ്റ്റിലും നമ്മുടെ ഹിസ്റ്ററിയിലും ആളുകളും എല്ലാം ഉണ്ട്. നമുക്കിനി എന്താ വേണ്ടിയെന്ന് വെച്ചാൽ അത് റിവൈവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിയൊരു മോഡേൺ സാധനങ്ങൾ വന്നോളണമെന്നില്ല. റൈറ്റ്. അവിടെ നിന്നൊന്നും മോഡൽ വന്നോളണമെന്നില്ല. ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാ മോഡലുകളും ഉണ്ട്. അത് പറഞ്ഞു കൊടുക്കാനേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇനിയിപ്പോൾ അതാണല്ലോ, ഇപ്പം നിങ്ങൾ ഒരു ചരിത്രം പറഞ്ഞു. ബോൾസ്റ്ററിൻ്റെ ഡ്രീം പ്രോജക്ട്സ് എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബോൾസ്റ്റർ ശരിക്കും ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ, ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കേരളത്തിൽ. സ്കൂൾ എന്ന് പറഞ്ഞാൽ സാധാ സ്കൂൾ, ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളത്തിന് നല്ല എഡ്യൂക്കേഷൻ ഇല്ലേ? ഉണ്ട്. കേരളം പുറത്തൊക്കെ അറിയപ്പെട്ട നല്ല എഡ്യൂക്കേഷനിൽ അറിയപ്പെട്ടൊരു സ്ഥലം. പക്ഷേ അപ്പം നമ്മൾ പുറത്തുള്ളവർ ചോദിക്കാറുണ്ട്, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങൾ അവിടെ വന്ന് പഠിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞുതരും, ഒരു യൂണിവേഴ്സിറ്റി പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ ബബ്ബ പഠിക്കും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറ്റുമോ, കേരള പറ്റുമോ? ഇതൊന്നും പറ്റില്ല. എന്നാൽ എൻ്റെ മോളെ പറഞ്ഞേക്കാനുള്ളൊരു സ്കൂൾ പറഞ്ഞുതരും. കേരളത്തിൽ അങ്ങനത്തെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളും ഇല്ല. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ച് എങ്ങനെയാണ് നമുക്കൊരു ഇൻ്റർനാഷണൽ സ്കൂൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഇതിൽ ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലോകത്തുനിന്ന് മുഴുവനും വന്ന ആളുകൾ പഠിക്കുന്ന, ഇന്ത്യൻ്റെ ഡിഫറെൻറ്റ് ഭാഗത്തുനിന്ന് വന്ന് പഠിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. അതിൽ തന്നെ ഞങ്ങൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സെൻറ്റർ ഒരു മുസ്ലിം ഗേൾ ബാക്ക്ഗ്രൗണ്ട്, ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് വന്നിട്ട് പഠിക്കാൻ പറ്റുന്ന, അവർക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം അത്. എന്ന് കരുതിയിട്ട് ഗേൾസിന് ഇപ്പോഴുള്ളത് ഗേൾസിന് മാത്രമാണ്. ഗേൾസിന് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ വരും, എല്ലാ ജെൻഡറിൽ നിന്നുള്ള ആൾക്കാർ വരും. പക്ഷെ അവിടെ ആ മുസ്ലിം ഗേളിന് എന്തായിരിക്കണം, അവർക്കൊരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യണം. അങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഇപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് അതാണ്, ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അത് നിങ്ങളുടെ ഡ്രീം. അതിനകത്ത് ഇപ്പോൾ സാധാരണ ഇൻ്റർനാഷണൽ സ്കൂളിലും ഇവിടുത്തെ മതസ്ഥാപനങ്ങളിലൊന്നും ഇല്ലാത്ത എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഈ പറഞ്ഞ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നിങ്ങൾ അതിൽ ഉപയോഗിക്കും? ഒന്ന് ലൈക്ക് ഈ ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ അവർക്കൊക്കെ. പഠിക്കേണ്ട ആവശ്യം ഇനി നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ പോയിട്ട് ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ, നമ്മളൊക്കെ ഉള്ള സമയത്ത് ടീച്ചറുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ പോയിന്റ് കുറിച്ച് വെക്കുന്ന ആ ക്യൂരിയോസിറ്റി ഒന്നും കുട്ടികൾക്ക് ഇല്ല, ആവശ്യമില്ല. ഇനി ആസ് എ ടീച്ചർ അതല്ല ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അവർക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവർക്ക് കൃത്യമായിട്ടൊരു മെൻറ്റർഷിപ്പാണ് കൊടുക്കേണ്ടത്. വരാനിരിക്കുന്ന ലോകം എന്തായിരിക്കും അത് കണ്ടിട്ട് അവിടേക്കുള്ളൊരു മെൻറ്റർഷിപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫ് ഒരു 5 അല്ലെങ്കിൽ 10 ഇയർ കഴിയുമ്പോഴേക്ക് എൻ്റെ ലൈഫ് എങ്ങനെയായിട്ട് മാറും എന്നതിലേക്കൊരു കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ. അതിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടാണ് കരിയർ എന്ന് പറയുന്നത്. ആ കരിയർ പ്ലസ് അവരെവിടെ പോയാലും അവർക്ക് ദ നീഡ് എ വാല്യൂ സിസ്റ്റം, ആ ഒരു വാല്യൂവും കൂടെ കീപ്പ് ചെയ്യുന്ന
ഒരു ഒരു കാര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ബോൾസ്റ്ററിൽ ചെയ്ത് കൊടുക്കുക. അത് തന്നെ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഓക്കെ, ഈ പെൺകുട്ടികൾ നിങ്ങൾ പഠിച്ചു, ഇവരെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തീരൂലേ? അതല്ല, ഇവർക്കൊരു ഇൻ്റർനാഷണൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തുറന്നു കൊടുക്കുമോ? കമ്മ്യൂണിറ്റി ഇത് ആക്സെപ്റ്റ് ചെയ്യുമോ? അവിടേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി വളർന്നിട്ടുണ്ട് എന്ന് ഷാഹുലും ജലാലൊക്കെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി. ഇപ്പം ഞങ്ങൾ പാരൻസിനോട് സംസാരിക്കുന്നേരോ പാരൻസിൻ്റെ അടുത്തുള്ള ഒരു റിയലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ലോകം ഭയങ്കര രീതിയിൽ മാറിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ദുബായിലോ ഏത് സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും സ്ത്രീ എന്തായാലും വർക്കിന് പോകും എന്നുള്ള കണ്ടീഷനിലാണ്. അങ്ങനെ തന്നെ പെൺകുട്ടികളൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ 20-25 വയസ്സുള്ള കുട്ടികൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാരൻസിനോട് സംസാരിക്കുന്ന നേരം നമുക്ക് കൃത്യമായിട്ട് ഈ നുവാൻസസ് മനസ്സിലാക്കാൻ കഴിയും. അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്ക് എന്തെങ്കിലും ഒരു ജോബ് കിട്ടുന്ന എന്തെങ്കിലും ഒരു പഠനം എനിക്ക് പഠിപ്പിക്കാൻ കഴിയണം. അവർക്ക് എന്നിട്ട് അവർ കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ട് സെറ്റിൽ ആയിക്കോട്ടെ. അപ്പം സൊസൈറ്റി അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സൊസൈറ്റി പോകുന്നതും. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോകുന്ന പാരൻസൊക്കെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ മക്കളെ ഗൾഫിലാണ് പോകുന്നതെങ്കിൽ ഭർത്താവിൻ്റെ ഒപ്പം തന്നെ സ്ത്രീ ജോലിക്ക് പോകാൻ പറ്റുന്ന നിലയ്ക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു തടസ്സമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഒരു തരത്തിലും ഇല്ല. അപ്പം ഞാൻ ചോദിക്കണത്, അപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടൊക്കെയുള്ള എക്സ്പോഷറാണ്, അല്ലെങ്കിൽ ഇവർക്കുള്ള ഏതൊക്കെ വാതിലുകളാണ് നിങ്ങൾ തുറന്നു കൊടുക്കുന്നത്? ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് ആയാലും നിങ്ങളെ അവിടുത്തെ അക്കാഡമീഷ്യൻസ് ഒക്കെ. അപ്പോൾ അതിനെന്തൊക്കെയാണ്, ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്, സാധാരണ സുന്നി കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളാണല്ലോ കൂടുതൽ, അവരെങ്ങനെ നിങ്ങൾ ഇതിനു വേണ്ടി തുറന്നു കൊടുക്കുന്നു? അവരിതിനോട് ഈ കുട്ടികളുടെ പ്രതികരണം എന്താ? ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഈ വർഷം വന്നിരിക്കുന്ന 2 അഡ്മിഷൻസ്, ഞാൻ ഇൻ്റർവ്യൂ നടത്തി കുട്ടികൾ അഡ്മിഷൻ എടുത്ത്, ഒരു കുട്ടി ദുബായിലെ ജംസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി എന്തുകൊണ്ട് ബോൾസ്റ്റർ തിരഞ്ഞെടുത്തു എന്ന് ഉള്ളതിൽ ഞാൻ മനസ്സിലാക്കി, ഇൻ്റർവ്യൂവിൽ ഞാൻ മനസ്സിലാക്കി, ഞങ്ങൾക്കുള്ള ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറും ഞങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ 13 കൺട്രികളിൽ പോയിട്ടുണ്ട്. 13 കൺട്രികളിൽ ഞങ്ങൾ അലുമിനി 5 വർഷം കൊണ്ട്. അതിൻ്റെ ഉദ്ഘാടനം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ ബോൾസ്റ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ വന്നിരുന്നു, അന്ന് ഉസ്താദിനെ കാണാൻ വേണ്ടി. അപ്പോൾ ഈ കുട്ടി, അപ്പോൾ ദുബായിൽ പഠിക്കുന്ന ഈ കുട്ടി, ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ ഞാൻ കുട്ടീനോട് ചോദിച്ചു, നിൻ്റെ അംബിഷൻ എന്താ? അപ്പോൾ ആ കുട്ടി പറയുന്നത്, എനിക്കൊരു ആക്ച്വറിയൽ സയൻസിലേക്കാണ് എനിക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ. അതാ ഞാൻ പറയുന്നത്, ഈ നമ്മളെ ജനറേഷൻ ചിലപ്പോൾ അത് കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആക്ച്വറിയൽ സയൻസ്, അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കരിയറിലുള്ള ആളാണെന്നുള്ള നിലക്ക്. അപ്പോൾ ആക്ച്വറിയൽ സയൻസിൽ എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്, ആ കുട്ടി പറയുന്നത്, എനിക്ക് ചൈനയിലെ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിൻ്റെ പേര് പറഞ്ഞു, ആ യൂണിവേഴ്സിറ്റി പോയിട്ടാണ് എനിക്ക് ഡിഗ്രി ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് എനിക്ക് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവും കഴിഞ്ഞപ്പോൾ ആ കുട്ടി എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നത്, അതെന്താ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുക? അപ്പോൾ അതിൽ ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു, നിൻ്റെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത 5 ആൾക്കാരെ പേര് പറയാൻ പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ആക്ച്വറിയൽ സയൻസിലെ 5 സ്കോളേഴ്സിൻ്റെ പേരാണ് കുട്ടി പറയുന്നത്. 10ാം ക്ലാസ്സിലുള്ള കുട്ടി. 10ാം ക്ലാസ് പഠിക്കുന്ന. അപ്പം ഞാൻ പറയുന്ന കുട്ടികളുടെ അംബീഷൻ എന്ന് പറയുന്നത് ഈ ലെവലിലേക്ക് പോയിട്ടുണ്ട്. ആക്ച്വറിയൽ സയൻസ് പറഞ്ഞാൽ നിങ്ങൾ മാത്തമാറ്റിക്സിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പഠിക്കുന്നത്. അതിലിപ്പോൾ നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം അങ്ങനെ കമ്പനികൾക്ക്, കോർപ്പറേറ്റ് സെക്ടറിന്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്, പിന്നെ എന്നാണ് ഇൻഷുറൻസ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനിക്ക് എത്ര ലാഭം നഷ്ടമുണ്ട്. അത് ഭയങ്കര നമ്പർ വെച്ചിട്ട് കളിക്കുന്ന ഒരു പ്രൊഫഷനാണ്, റൈറ്റ്? അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികളോട് സംസാരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാ ഇൻ്റർനെറ്റിൽ അവൈലബിളാണ്, ലോകത്ത് എന്താ നടക്കുന്നതെന്നൊക്കെ അവൈലബിൾ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ നിന്ന് 2 ട്രെൻഡ് മനസ്സിലാക്കണം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഈ ജെൻസി കൃത്യമായിട്ട് പൊളിറ്റിക്സും ഗ്ലോബൽ സാധനങ്ങളും ടെക്നോളജിയും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ കുട്ടികളൊക്കെ പറയുന്ന ഒരു ഡ്രീം എന്ന് പറയുന്നത് US-ഉം UK-യും ജർമ്മനിയൊക്കെ ആയിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഇപ്പോഴത്തെ ഒരു ന്യൂ ആയിട്ട് വരുന്നത്, ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുക, ചൈന, അതുപോലെ തന്നെ സൗത്ത് കൊറിയ, ഇങ്ങനെ കൊറിയൻ്റെ വേറൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡ്രീമുകൾ പറയുന്നൊരു സാധനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഭയങ്കര മാറ്റമാണ്. രണ്ടാമത്തെ, ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് ടെക്നോളജി എന്ന് പറയുന്ന നേരം ആദ്യം നമ്മൾ ജർമ്മനിയാണ് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ചൈനയിലേക്ക് പോകണം എന്നുള്ള ഇതിലൊക്കെ ഞങ്ങൾക്ക് ചിലപ്പോൾ ആ രീതിയിലുള്ള കുട്ടികളെ വരുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട സോർട്ട് ഓഫ് മെൻറ്റർഷിപ്പ് ഉണ്ടല്ലോ,
അതെ നിങ്ങളും പ്രിപ്പയർഡ് ആയി. അപ്പം നിങ്ങളൊരു +1 +2 സമയത്ത് തന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ റിസർച്ചിലേക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കുക. അപ്പോൾ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നോക്കുന്നവർ അവർക്ക് പ്രധാനമായിട്ടും നോക്കുക ഇവർക്ക് റൈറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടോ, രണ്ടാമത്തെ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ +1 +2 സമയത്ത് തന്നെ കേട്ടോ, അതുപോലെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് മെൻറ്റർഷിപ്പ് കൊടുത്ത് ഇന്ന സ്ഥലത്തേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇനി വേറൊരു പോസിബിലിറ്റി പറയാം, നിങ്ങൾ പഠിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റിയില്ല, കേരളത്തിൽ തന്നെ ആണോ, ചിലപ്പോൾ ചില ഫാമിലികൾക്ക് കേരളത്തിൽ തന്നെ ആവണമെന്നുണ്ടാവും. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷൻസ് എന്താ, നിങ്ങൾക്ക് എന്ത് ഓപ്പർച്യൂണിറ്റീസ്, എന്ത് ഓൺട്രപ്രനോറിയൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ട്, അത് നിങ്ങൾക്ക് കളക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതിലേക്കൊക്കെ ഉള്ള ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുക എന്നുള്ളതായിരിക്കും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ നിങ്ങളൊരു കരിയർ കോച്ച് കൂടിയാണ്, അപ്പോൾ എന്തൊക്കെയാണ് പുതിയ, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഒരു സാധനം എന്താ വെച്ചാൽ കൊറിയ, ഇവിടുത്തെ കുട്ടികളുടെ ഫാഷൻ, അവരുടെ ലൈഫ്, പ്രത്യേകിച്ച് ഈ റേസിസം ഇതൊന്നും ഇല്ലാത്തൊരു കൺട്രി എന്നുള്ളവർക്ക് കൊറിയൻ കണ്ടന്റുകൾ മലയാളത്തിൽ, ഇപ്പോൾ തമിഴിലൊരു സിനിമ വരെ വന്നു, ഒരു പെൺകുട്ടി കൊറിയയിൽ പോയിട്ട്, തമിഴ്നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി കഴിഞ്ഞ വർഷം കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു ബോട്ട് എടുത്ത് പോകാൻ ശ്രമിച്ചു കൊറിയക്ക്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രാന്ത് നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ചൈന ഈ ടെക്നോളജിയിലും ട്രേഡിലും ഉണ്ടാക്കിയിരിക്കുന്ന ലോകത്തെ ട്രെൻഡ്. അപ്പോൾ യൂറോപ്പിനോടും അമേരിക്കയോടൊക്കെ താല്പര്യം ലോകത്താകെ കുറഞ്ഞു വരികയാണ്, ലോകത്താകെ യൂത്തിനിടയിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ അതിലേക്കുള്ള എന്തെല്ലാം കരിയർ ഓപ്പർച്യൂണിറ്റീസാണ് പുതുതായിട്ട് ഒരു കോച്ച് എന്നുള്ള നിങ്ങൾക്ക് പറയാം? നമ്മളൊരു +1 +2 പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ഭയങ്കര ആസ്പയറിംഗ് ആയിട്ടുള്ള ഫുഡ് എന്തായിരുന്നു? KFC, McDonald's, പിസ്സ, ഡോമിനോസ് പിസ്സ. ഇപ്പോഴുള്ള കുട്ടികളോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതൊന്നും അവരെ ലിസ്റ്റിലില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി ചോദിക്കാൽ റമണ്, സൂഷി, പിന്നെ കൊറിയൻ്റെ കുറേ ഡിഷസ് ഉണ്ട്, ഈ ഈസ്റ്റ് ഏഷ്യ എന്ന് വരുന്ന കുറേ ഡിഷസ് ഉണ്ട്. ഇതൊക്കെയാണ് അവരുടെ ഒരു ഇത്. അതുപോലെ തന്നെ നിങ്ങളൊരു ടെക്സ്റ്റൈൽസിൽ പോയി നോക്കിയാൽ ടെക്സ്റ്റൈൽസിൽ ഇപ്പോൾ കൊറിയൻ ഭാഗം തന്നെ ഉണ്ട്. അതുപോലെ ഇവർ വായിക്കുന്ന ബുക്ക് നോക്കിയോളെ, കൊറിയൻ നോവൽ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കൊറിയൻ ഡ്രാമ, BTS. ഈ സാധനങ്ങളൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അതിലും വലിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ പെൺകുട്ടികളോട് കുറച്ച് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞാൽ അവർക്കൊരു ഏറ്റവും ഇഷ്ടമുള്ള ആണിൻ്റെ ഒരു ഐഡിയൽ ആണുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്താണെന്ന് വെച്ചാൽ നല്ല മീശ വെച്ച ആണുങ്ങളായിരുന്നു പെൺകുട്ടിയൊക്കെ താല്പര്യം. പിന്നെ നമ്മളൊക്കെ ടൈം ആകുമ്പോൾ താടി കൂടെ, അതായിരിക്കും നിങ്ങളൊക്കെ താടിയൊക്കെ വെച്ചിട്ടുണ്ട്, താടിയുള്ള നമ്മളെ ജനറേഷനിൽ കുറേ ആൾക്കാർ താടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള ഒരു കുട്ടി പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലീൻ ആയിട്ട് കൊറിയൻ ലുക്ക് ഉണ്ടല്ലോ, ഒരു ഫെമൈൻ ലുക്ക് വരുന്ന അങ്ങനത്തെ കുട്ടികളെ താല്പര്യമുള്ള, ആണുങ്ങളെ താല്പര്യമുള്ള പെൺകുട്ടികൾ. അതായത് ആ കൊറിയൻ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഇൻഫ്ലുവൻസ്. ഇതിലേറ്റവും ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ വെസ്റ്റ് നിന്ന് ഈ പവർ ഷിഫ്റ്റ് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹാർഡ് പവർ ഓൾറെഡി ചൈന, റഷ്യ, പിന്നെ നോർത്ത് കൊറിയയിലേക്ക് പോകുന്നുണ്ട്. സോഫ്റ്റ് പവർ ഭയങ്കരമായിട്ട് പോകുന്നുണ്ടെന്ന്. കാരണം നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് ഹോളിവുഡിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ബോളിവുഡും മോളിവുഡും ആയിരുന്നു. ഇപ്പൊ ആ സാധനം ഇങ്ങനെ ലൈറ്റ് മാറുന്നുണ്ട്, അവരുടെ ഫാഷനെ മാറ്റുന്നുണ്ട്. നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന ഫാഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെ വെസ്റ്റ് ആയിരുന്നു. അത് മാറിയിട്ട് ഇറ്റാലിയൻ ഫാഷൻ ആയിരുന്നു എല്ലാം, അത് കംപ്ലീറ്റ് കൊറിയയിലേക്ക് മാറി. അത് മാറുന്നുണ്ട്, ആ ഒരു വലിയൊരു മാറ്റം മാറുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് കരിയർ മാറുന്നുണ്ട് എന്നുള്ള. കരിയർ ഇനി ഇപ്പോൾ വെസ്റ്റിലേക്കും ഇങ്ങോട്ടേക്കും ഇപ്പോൾ വേൾഡ് QS റാങ്കിങ്ങിലെ യൂണിവേഴ്സിറ്റീസിനെ നോക്കുന്നേരം ആദ്യത്തെ ഒരു 10 വർഷം മുമ്പാണെങ്കിൽ അത് മുഴുവനും US തന്നെ, പിന്നെ UK, കുറച്ച് യൂറോപ്പും ഉണ്ടാവുക. ഇപ്പോൾ അതിൽ 7 യൂണിവേഴ്സിറ്റീസ് ചൈനീസ് യൂണിവേഴ്സിറ്റീസാണ്. ഇന്ത്യ എന്നുള്ളത് വരുന്നത് ആദ്യത്തേത് ഒറ്റൊന്നും അതിലില്ല. വേൾഡ് 100ൽ QSലില്ല. ഇനി ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഒരു 10 or 20 ചൈനീസ് യൂണിവേഴ്സിറ്റീസായി മാറും. അപ്പം യൂണിവേഴ്സിറ്റിയും എഡ്യൂക്കേഷനും തന്നെ ഇങ്ങോട്ടേക്ക് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഇപ്പം ഈ ചൈനയിൽ നിന്ന് നമ്മളിപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ. ആളുകൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ചൈനയിൽ പോയിട്ട് അതെ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ ട്രാവൽസ് ഒക്കെ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോകുന്നത് കാൻഡൻ ഫെയറിനാണ്. കാൻഡൻ ഫെയർ ഗ്രൂപ്പുകൾ നടത്താത്ത ഒരു ട്രാവൽസും ഇല്ല കേരളത്തിൽ. അത് ഭയങ്കര ചേഞ്ചാണ്. നേരത്തെ ദുബായിലേക്ക് ഫെസ്റ്റിവലിന് പോയിന ആൾക്കാർ കംപ്ലീറ്റ് പോകുന്നത് ചൈനയിലേക്കാണ്. വലിയ ട്രേഡ് അവർ ലോകത്തെ കീഴടക്കി. അത് വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ, ഇപ്പം ഞാൻ അതിലൊരു വലിയ പ്രശ്നം കാണുന്നത് എന്താ അറിയോ, ലാംഗ്വേജ് ആണ്.
ഇപ്പം ചൈനയിലേക്ക്, അപ്പം ചൈനീസ് ലാംഗ്വേജ് ഇനി കേരളത്തിൻ്റെ തെരുവിൽ സ്പോക്കൺ ചൈനീസ് എന്ന് പറഞ്ഞ് വരുന്നൊരു കാലം വിദൂരമല്ല എന്ന് ഞാൻ മനസ്സിലാക്കണേ. ഇതിൽ ചൈന ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ ഇവരൊക്കെ ചെയ്യുന്നൊരു അവരൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ലാംഗ്വേജ് അവർ ചൈനീസ് ആയിരിക്കും, സെക്കൻഡ് ലാംഗ്വേജ് അവർ സ്ട്രോങ് ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജും പെർസ്യൂ ചെയ്യുന്നുണ്ട്. അതാണ് അവർ ഇംഗ്ലീഷ് അതേ രീതിയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ എന്നൊക്കെ പോകുന്ന ആളുകളുടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓപ്ഷനുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെ ഇവിടെയൊക്കെ ഉണ്ട്. ചൈനീസ് പഠിച്ച ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ പിന്നെ സൗദിയിലൊക്കെ ഭയങ്കരമായിട്ട് ചൈനീസ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അതൊരു ട്രെൻഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചിലപ്പോൾ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഇന്ത്യ ചൈനയായിട്ട് ജിയോ പൊളിറ്റിക്കലി അത്ര നല്ലൊരു റിലേഷനിൽ അല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചൈനീസ് ഇങ്ങനെ വരാതിരിക്കുന്നത്. അതല്ലെങ്കിൽ ചൈനീസ് എന്തായാലും ഇവിടെ വരും, എന്തായാലും വരും. ലാംഗ്വേജ് 10 കൊല്ലം കൊണ്ട് ചിലപ്പോൾ ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് പോയി സ്പോക്കൺ ചൈനീസ് വന്നേക്കാം. ലൈക്ക് റീപ്ലേസ്മെന്റ് ഒരു ഗ്രാജുവലി വരുന്ന റീപ്ലേസ്മെന്റ് ആയിരിക്കും. പക്ഷേ ഈ ലാംഗ്വേജുകളിലേക്കൊക്കെ ആളുകൾ ഇപ്പോൾ നിങ്ങൾ NEP നോക്കുകയാണെങ്കിൽ NEP അനുസരിച്ച് ലാംഗ്വേജുകൾക്ക് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോറിൻ ലാംഗ്വേജ് ഇംഗ്ലീഷിൻ്റെ പുറത്തേക്കുള്ള ലാംഗ്വേജുകളിൽ ഭയങ്കര പ്രയോറിറ്റി വരുന്നുണ്ട്. അതിൽ ചൈനീസ് മാത്രമല്ല, കൊറിയൻ, ജാപ്പനീസ്, പിന്നെ ഫ്രഞ്ച്, പോർച്ചുഗീസ്, സ്പാനിഷ് ഈ ലാംഗ്വേജുകൾക്കെല്ലാം നല്ല പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. സ്കൂളുകളിലും വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ഇതിലെ കരിയർ ഓപ്ഷൻസ് എന്തൊക്കെ? ഇപ്പോൾ ഇൻ്റർനാഷണൽ കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ ചെയ്ത ഹ്യൂമാനിറ്റീസ് മേഖലയിൽ ഇപ്പോൾ പൊതുവേ ഉള്ള ആൾക്കാരുടെ ഒരു വലിയ സംഗതി ഹ്യൂമാനിറ്റീസ് ആണോ ചോദിക്കും. ഞങ്ങളൊക്കെ പഠിച്ചതിൻ്റെ സമയത്ത് അന്ന് നമ്മളിതിനെ മറികടക്കുക എങ്ങനെ എല്ലാ ഹ്യൂമാനിറ്റീസ് പഠിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവും. സിവിൽ സർവീസ് എഴുതണം. ഒരു വട്ടം എഴുതി നോക്കുമ്പോൾ മനസ്സിലാവും ഇത് നടക്കൂലാതെ. എല്ലാവർക്കും പൊതുവേ ഉണ്ടാകുന്ന ഒരു സാധനം. അതല്ലാത്ത ഹ്യൂമാനിറ്റീസിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഹ്യൂമാനിറ്റീസിന് റൂമി പറഞ്ഞതുപോലെ ഭയങ്കര ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അത് സിവിൽ സർവീസിന് പറ്റുന്നത്. അത് ഭയങ്കര മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഞാൻ നമ്പർ എടുത്തു നോക്കിട്ടോ. നമ്പർ എടുത്തപ്പോൾ കഴിഞ്ഞ ഒരു 4 വർഷത്തിൻ്റെ അടുക്ക് UPSC ക്ലിയർ ചെയ്ത ആൾക്കാരുടെ നമ്പർ നോക്കിയപ്പോൾ അതിൽ ഏകദേശം 60% ആൾക്കാർ വരുന്നത് എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ ഒരു ഏകദേശം ഒരു 7-8% വരുന്നത് പിന്നെ മെഡിക്കൽ, പിന്നെ ഒരു 5-6% സയൻസ് ബാക്ക്ഗ്രൗണ്ട്. ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്ന ഒരു 24% ആൾക്കാർ മാത്രമേ ഉള്ളൂ സിവിൽ സർവീസിൽ. അതനുസരിച്ച് ഇവിടുത്തെ പിന്നെ ടോട്ടൽ ഗ്രാജുവേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ നോക്കുന്ന നേരം അതിൽ 35% ഹ്യൂമാനിറ്റീസുകാരാണാണ്. റൈറ്റ്? അപ്പോൾ ഈ ഒരു ചെറിയ പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹ്യൂമാനിറ്റീസാണ് ഇന്ത്യയിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹ്യൂമാനിറ്റീസ് ആണ്. പക്ഷേ ഇതിൽ 24% ആൾക്കാർക്ക് ഹ്യൂമാനിറ്റീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ UPSCയിൽ ഹ്യൂമാനിറ്റീസുകാരുള്ളൂ. അപ്പോൾ ശരിക്കും ഹ്യൂമാനിറ്റീസിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിസർച്ചുകളിൽ എല്ലാ റിസർച്ചുകളും മൾട്ടി ഡിസിപ്ലിനറി ആയിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്? അപ്പോൾ നിങ്ങളിപ്പോൾ ഇതൊക്കെ ആദ്യം യൂറോപ്പിലുള്ളൊരു ട്രഡീഷനാണ്. നിങ്ങളിപ്പോൾ ഒരു മെക്കാനിക്കൽ മേഖലയിലാണ് റിസർച്ച് നടത്തുന്നതെങ്കിലും ആ റിസർച്ച് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ ഒരു ആന്ത്രപ്പോളജി, സോഷ്യോളജിസ്റ്റ്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒക്കെ ആൾക്കാരെ വെക്കും. കാരണം അതല്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ റിസർച്ച് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളിപ്പോൾ ഒരു കാർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെ ആയിരിക്കും, സോഷ്യൽ സിസ്റ്റം, സൊസൈറ്റി ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ല എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ആ റിസർച്ച് ഫ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസും ഇപ്പോൾ റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നത് മൾട്ടി ഡിസിപ്ലിനറിയാണ്. അപ്പോൾ ഞാനൊരു യൂണിവേഴ്സിറ്റീസ് എന്ന് വന്ന ആളെന്നുള്ള നിലക്ക് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഒരു റിസർച്ച് പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫണ്ടിങ് ഏജൻസി അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കണം. അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന വലിയൊരു ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റികളൊന്നും, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരെ ഇല്ലായിരുന്നു. അപ്പോൾ ഇവരിപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PhD നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്ത ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ചെയ്ത ഒരാൾക്ക് ഈസി ആയിട്ട് ഈ മേഖലയിലേക്ക് പോകാൻ കഴിയും. രണ്ടാമത്തത് ഈ മേഖലയിലുള്ള റിസർച്ച്, രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലും ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഫീൽഡ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആദ്യം ഇപ്പം ഈ സോഷ്യൽ സയൻസ് പഠിച്ച ഒരു പ്രൊഫഷണൽ ഫീൽഡ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് സെക്ടർ പോലുള്ള ഡെവലപ്മെൻറ്റ് സ്റ്റഡീസും നല്ലൊരു ഫീൽഡായിട്ട് എമർജ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ, ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലെ കമ്പനികളുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ഐപാക്ക് പോലുള്ള കമ്പനികൾ, 1-2 കമ്പനികളല്ല, കുറേ കമ്പനികളുണ്ട്. അതിപ്പോൾ ഓരോ സ്ഥലങ്ങളിലും കമ്പനികളായിട്ട് വരുന്നുണ്ട്. അതുണ്ട്, എല്ലാ മണ്ഡലത്തിലും കമ്പനികളുണ്ട്, എല്ലാവർക്കും കമ്പനി ആവശ്യമാണ്. പിന്നുള്ളത് പോളിസി തിങ്ക് ടാങ്കുകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പോളിസി തിങ്ക് ടാങ്ക്, പിന്നെ പബ്ലിക് പോളിസി എക്സ്പേർട്ടുകൾ, ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ഫീൽഡ് സോഷ്യൽ സയൻസ് മാത്രം കഴിഞ്ഞവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസ് എടുക്കുന്നുണ്ടെങ്കിലും
ഈ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അല്ലാതെ സിവിൽ സർവീസ് എടുക്കാനെന്നുള്ള നിലക്ക് നിങ്ങൾ സോഷ്യൽ സയൻസ് അല്ല എടുക്കേണ്ടത്. ഞങ്ങൾ PG കഴിഞ്ഞ സമയത്ത് ഒരു കോമഡി ആയിട്ട് ഞങ്ങൾ പറയലുണ്ടായിരുന്നു, ഈ ഹ്യൂമാനിറ്റീസിൽ PhD കൊണ്ടൊരു കാര്യമില്ല. ഹ്യൂമാനിറ്റീസിൽ ഏതെല്ലാം സബ്ജക്റ്റിൽ PhD നടന്നു എന്നൊരു PhDക്ക് സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നില്ല എന്നായിരുന്നു അന്ന് ഞങ്ങൾക്കൊക്കെ കിട്ടിയൊരു ഓറിയൻറ്റേഷൻ. അതിപ്പോൾ ഭയങ്കരമായിട്ട് മാറി. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാധ്യതകളുള്ള പുതിയൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തുറന്നു. ഇനിയിപ്പം അതിൻ്റെ ഇടയിൽ അടുത്തൊരു ചോദ്യം, AI ഇപ്പം നമ്മുടെ എല്ലാത്തിനെയും മാറ്റിമറിച്ചല്ലോ. ഇപ്പോൾ വക്കീൽ പണിയിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നൊരു സാധനം, ഈ വെറ്റേറൻ ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. ആ എക്സ്പീരിയൻസ് എന്ന് അവർക്ക് ഉണ്ടാകുന്ന സാധനം എന്താ, നോളജ്. ഇപ്പം അതൊക്കെ 5 മിനിറ്റ് കൊണ്ട് ഇവിടെ കിട്ടും. അതുകൊണ്ട് ഈ വെറ്റേറൻസ് ഒന്നും ഇനി എവിടെ ഇല്ല. അപ്പം അതേപോലെ വിദ്യാഭ്യാസ മേഖലയെ AI ഇങ്ങനെ മാറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഗേൾസ് എഡ്യൂക്കേഷനെ അതെങ്ങനെ മാറ്റും? AI ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പേടിക്കുന്നല്ല, ഒരു ആശങ്ക ഉണ്ട് ഏത് ട്രാജക്ടറി അത് സ്വീകരിക്കാന്ന്. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് 100% ജോബും പോവും എന്നുള്ളത് പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് ഒന്നും പോവില്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. പക്ഷെ നമുക്കിത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ടെക്നോളജിയിൽ വലിയ ഇപ്പോൾ AIൻ്റെ ഏറ്റവും വലിയൊരു മാറ്റം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഉപകരണം ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി കൈവരിക്കുന്നത്. ഇപ്പം ഞാനൊരു ഫോണാണെങ്കിൽ അതിന് ഞാൻ എൻ്റെ ഒരു ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ അത് റെസ്പോണ്ട് ചെയ്യൂ. ഞാനിപ്പോൾ റൂമിൻ്റെ നമ്പർ അടിച്ചാലേ കോള് വരുന്നുള്ളൂ. പക്ഷേ ഈ AI എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഈ ChatGPTൻ്റെ കോമ്പറ്റീറ്റർ അറിയും, ക്ലൗഡിയുടെ 4.5 വെർഷൻ, ലേറ്റസ്റ്റ് വെർഷൻ വന്നിരിക്കുന്നത്, അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അതിൻ്റെ പ്രീവിയസ് വെർഷനാണ്. അത് ശരി. അതായത് അതിൽ മെൻഷൻ ഇൻ്റർഫിയറൻസ് ഇല്ല. അപ്പോൾ ഇതിന് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റും. സ്വന്തമായിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ ഭീഷണി വരാനിരിക്കുന്നത്, ഇപ്പോൾ ആരെ ബോംബ് ചെയ്യണം, ആരെ ആക്രമിക്കണം, ആരെ ഡിഫെൻഡ് ചെയ്യണം, ഇത് തീരുമാനിക്കാനൊരു AI വെപ്പണിന് സാധിക്കും. അപ്പം അതാണ് ഏറ്റവും വലിയൊരു ഇത് ആൻസൈറ്റി വരുന്നത്. അപ്പം നമ്മൾ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ഇതിനോട് എങ്ങനെയാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്? അതിൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന, കുട്ടികളോട് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ടെക്നോളജിയിൽ മാറ്റം വന്നിട്ടുണ്ടോ, കമ്പ്യൂട്ടർ ആണെങ്കിലും അതിൻ്റെ മുമ്പ് എനർജി കണ്ടുപിടിച്ചിട്ടാണെങ്കിലും, ടെക്നോളജീനെ ആര് ആദ്യം എംബ്രേസ് ചെയ്തോ അവർക്ക് എന്ത് ചെയ്യാൻ സർവൈവ് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ AIയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്ക് പറയുന്നത് 3H+A എന്ന് പറയാം. അതായത് നിങ്ങൾ ഹെഡ്, ഹാർട്ട്, ഹാൻഡ്, ഇത് 3 അപ്ലൈ ചെയ്യണം. അപ്പം നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കണം, നന്നായിട്ട് വർക്ക് ചെയ്യണം. അതനുസരിച്ച് നിങ്ങൾക്ക് എത്തിക്സും ഉണ്ടായിരിക്കണം. എത്തിക്സ് ഇല്ലാതെ, നിങ്ങൾക്ക് അതിലേക്ക് ഒരു ഇമോഷൻ കണക്ട് ചെയ്യാതെ, കാരണം എല്ലാം ചിന്തിക്കാനും ഡിസിഷൻ എടുക്കാനും നമ്മളെക്കാളും നല്ല രീതിയിൽ സ്മാർട്ടായിട്ടുള്ള മെഷീനുകളാണ് ഉണ്ടാകുന്ന നേരം അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മളെ എത്തിക്സും നമ്മളെ വാല്യൂവും വൈകാരികതയിലേക്ക് ഇമോഷൻസ് ആഡ് ചെയ്യാന്നുള്ള ഈ സാധനം കൂടെ ആഡ് ചെയ്യും. ഇതാണ് ഇതുവരെയായിട്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഇമോഷനാണ് ശരിക്കും മനുഷ്യന് ബാക്കി ഉണ്ടാവുക. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, AI എന്ന് പറയുന്ന AIക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, കള്ളം പറയാൻ പറ്റും. AIനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. AIനെ നിങ്ങളിപ്പോൾ AI എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തെന്ന് വിചാരിക്കുക, AIനെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റുമോ? ശിക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അയാൾ അക്കൗണ്ടബിൾ ആക്കാൻ കഴിയില്ല. അപ്പം മനുഷ്യൻ്റെ ഒരു സാധനം ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ വാല്യൂ ആണ്. അപ്പം ഇതിലേക്ക് വാല്യൂം കൂടി ആഡ് ചെയ്യാം. പ്ലസ് കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന നേരം, നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കും അറിയില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നാളെ എന്താണെങ്കിലും ഞാൻ അതിനോട് അഡാപ്റ്റബിൾ ആയിരിക്കും, ഞാൻ അത് ഉൾക്കൊണ്ടിരിക്കും. നാളെ ചൂടാണെങ്കിൽ നാളെ ചൂട് അംഗീകരിക്കുക, അതിനനുസരിച്ചുള്ള പരിപാടികൾ ചെയ്യുക. നാളെ തണുപ്പാണെങ്കിൽ തണുപ്പിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ അഡാപ്റ്റബിലിറ്റി സ്കില്ല് ആയിരിക്കണം നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. അപ്പം അതിൽ ഈ AI റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ, ഇനി എന്തൊക്കെയാണ് കരിയർ ഓപ്ഷൻസ്? ഇപ്പോൾ കരിയർ കോച്ചാണല്ലോ നിങ്ങൾ AI കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ കഴിഞ്ഞത് നമുക്ക് വാറ്, ഇപ്പോൾ ഈ പുതിയ കുട്ടികളുടെ ഒരു വലിയ ആശങ്ക, അവർ കാണാത്ത, ഇപ്പോൾ ഈ പിള്ളേർ കാണാത്ത ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെ AI ഓപ്ഷൻസ്? AI എന്ന് പറയുന്ന എല്ലാ ഫീൽഡിലും AI എന്ന് പറയുന്ന എല്ലാ ഫീൽഡിലും AI വരും. അതിലൊരു ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ AIയുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു ഹോട്ടൽ നടത്തുകയാണെങ്കിൽ ആ ഹോട്ടലിലും AI വരും. ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവർക്ക് മാത്രമല്ല AI പഠിക്കുക, സിവിൽ പഠിക്കുന്നവരും AI പഠിക്കുന്നുണ്ട്, മെക്കാനിക്ക് പഠിക്കുന്നവരും, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരും AI ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള നിലക്ക് ഇപ്പം ഉള്ള ഫീൽഡ് നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കുക, അതിലേക്ക് AIയും എക്സ്പേർട്ട് ആവുക, റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ആളായിട്ട് മാറുക.
അതിലേക്ക് എ ഐയും ന്യൂ ടെക്നോളജീസും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് എ ഐ ടെക്നോളജി എന്ത് ടെക്നോളജി ആണെങ്കിൽ അതിനെ എംബ്രേസ് ചെയ്യുന്ന ആളാവുക. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഫീൽഡും നിങ്ങളുടെ എക്സ്പയർ ആയിട്ട് പോവില്ല. അപ്പോൾ ഏത് ഫീൽഡ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സജഷൻ. സജഷൻ. യാ